ഹലോ മച്ചുമാരി, വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ. സർവം മായ എന്ന് പറഞ്ഞൊരു സിനിമ ഇറങ്ങിയിട്ടുണ്ടല്ലേ, ഭയങ്കര ഹിറ്റാണ്. 100 കോടിയൊക്കെ കളക്ട് ചെയ്ത്. ഞാനും പടം കണ്ടു, അടിപൊളിയാണ്. സിനിമ കണ്ട് ഇറങ്ങിയ ഒരാൾക്കും നമ്മുടെ ഡെലൂലുവിനെ മറക്കാൻ പറ്റില്ലല്ലോ അല്ലേ. എന്തായാലും അതുപോലെ മറ്റൊരു കഥയുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. സിനിമയെ കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷേ ഉണ്ടല്ലോ ചിരിക്കാൻ ഇതിൽ 10 കണക്കിന് സംഭവങ്ങളാണുള്ളത്, 10 കണക്കിന്. അതുപോലെ അവസാനം നിങ്ങളെ നല്ല രീതിയിൽ എമോഷണൽ ആക്കാനുള്ള കാര്യങ്ങളും ഈ സിനിമയിൽ തന്നെയുണ്ട്. ഒരു കാര്യത്തിൽ ഞാൻ ഉറപ്പു തരാം, കണ്ടു കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾക്ക് നഷ്ടബോധം തോന്നില്ല. അത്രയും അടിപൊളി ഒരു കിടിലൻ പടം. അപ്പൊ നേരെ നമുക്ക് ഈ ഒരു കഥയിലേക്ക് പോകാം. പിന്നെ വയനാട്ടിലേക്ക് വന്ന് വയനാടിന്റെ മലയുടെ മുകളിലൊക്കെ നിങ്ങൾക്ക് ടെന്റുകൾ അടിക്കണമെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് എന്നെ കോൺടാക്ട് ചെയ്യാം. ഞാൻ ചെറിയൊരു പാക്കേജിൽ എല്ലാം സെറ്റ് ചെയ്തു കേട്ടോ. 2 നേരത്തെ ഭക്ഷണവും ട്രക്കിങ്ങും DJയും ക്യാമ്പ് ഫയറും എല്ലാം ഉൾപ്പെടുന്ന ഈ ഒരു പാക്കേജിന് പെർ ഹെഡിന് വെറും 1000 രൂപയിൽ താഴെ മാത്രമേ വരുള്ളൂ. നിങ്ങളൊരു ഗ്രൂപ്പൊക്കെ ആയിട്ടാണ് വരുന്നതെങ്കിൽ വീണ്ടും റേറ്റ് കുറയും കേട്ടോ. അപ്പൊ ക്യാമ്പിങ്ങിന് വരാൻ ഉദ്ദേശമുണ്ടെങ്കിൽ ഇതാ ഈ നമ്പറിലേക്ക് എന്നെ കോൺടാക്ട് ചെയ്തോ. അപ്പൊ നേരെ നമുക്ക് കഥയിലേക്ക് പോകാം. സിനിമയുടെ ആരംഭത്തിൽ തന്നെ ഒരു പഴയ വീട് കാണിക്കുകയാണ്. അതിനുള്ളിൽ ഒരു പെൺകുട്ടിയുണ്ട്. അവളിപ്പോ ഗർഭിണിയാണ്. ആ ഒരു വീട്ടിൽ അവൾ തനിച്ചാണ് കേട്ടോ. മാത്രല്ല അവൾക്ക് ഇപ്പൊ ഭയങ്കരമായ വേദന വരുന്നുണ്ട്. പോരാത്തതിന് ബ്ലീഡിങ്ങും. ഇതിന് പുറമെ സഹായിക്കാനായിട്ട് ഒരാൾ പോലും അങ്ങോട്ടേക്ക് വരുന്നില്ല. അവസാനം ആ വീട്ടിൽ ആ തറയിൽ അവൾ വീണു പോവുകയാണ്. സഹായിക്കാനായിട്ട് പല ആൾക്കാരെയും വിളിക്കുന്നുണ്ട്. അവസാനം തന്റെ ഭർത്താവായിട്ടുള്ള പീമാക്കിന്റെ പേര് വിളിക്കുന്നത് കാണിച്ചുകൊണ്ട് ഇവിടെ സീൻ കട്ടാവുകയാണ്. ഇതിനുശേഷം കാണിക്കുന്നത് ഒരു യുദ്ധസ്ഥലത്തിലാണ്. പുറത്ത് പൊടിപാറിയ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിൽ കുറച്ച് ലവന്മാർ അവിടുന്ന് മാറിയിരിക്കുന്നുണ്ട്. ചെറിയ ചെറിയ പരിക്കുകളേ ഉള്ളൂ, പക്ഷേ യുദ്ധത്തിന് പോകാൻ പേടിയായതുകൊണ്ട് ഓരോരോ കാരണങ്ങൾ പറഞ്ഞ് മാറിയിരിക്കുകയാണ്. അതിൽ തന്നെ കണ്ണാടി വെച്ച് ഒരുത്തിനെ കണ്ടോ. നമുക്ക് ഓരോരുത്തർക്കും ഓരോ പേര് കൊടുക്കാം കേട്ടോ. തൽക്കാലം നമുക്ക് ഇവനെ പച്ചാന്ന് വിളിക്കാം. ഇവനാണ് ഏറ്റവും കൂടുതൽ പേടി. ഇവൻ പറയണ മിക്കവാറും നമ്മളെല്ലാം ഇവിടെ കിടന്ന് ചാവും, നമുക്ക് ഇവിടുന്ന് സഹായം ഒന്നും കിട്ടാൻ പോകുന്നില്ല. ഇപ്പൊ അവന്റെ മണ്ടയ്ക്ക് നോക്കി മറ്റൊരുത്തിന് അടിക്കുന്നുണ്ട്. അവന്റെ പേരാണ് മുള്ളൻ ചന്ദ്രപ്പൻ. ആ പേര് വെക്കാൻ കാരണം അവന്റെ ലുക്ക് കണ്ടോ, അത് തന്നെ. പിന്നെ തലയിൽ ഒരുമാതിരി മറ്റേ കെട്ടുകെട്ടിയ പോലെ ഒരുത്തനില്ലേ, അവന്റെ പേര് മകുടി. അതുപോലെ തന്നെ മീശ വെച്ച് ഒരുത്തനുണ്ട്, അവനെ നമുക്ക് മീശ എന്ന് വിളിക്കാം. അപ്പൊ ഇതിനിടയിലാണ് പരിക്ക് പറ്റി ഒരുത്തിനെ അങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നത്. കൊണ്ടുവരുമ്പോൾ തന്നെ ഭയങ്കര കരച്ചിലാണ്. ഇവന്റെ പേരാണ് പീമാക്ക്, നമ്മുടെ കഥയുടെ ഹീറോ. എന്തായാലും അവനിങ്ങനെ കരഞ്ഞു വരുന്നത് കണ്ടപ്പോൾ എല്ലാവരും ഓടി ചെല്ലുകയാണ്. എന്താ 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 പറ്റിയെന്നൊക്കെ വിചാരിച്ചിട്ട്. ഇപ്പൊ ഡോക്ടർ പരിശോധിച്ച് നോക്കുന്ന സമയത്ത് കാലിന് ചെറിയൊരു ഉളുക്ക് മാത്രമേ ഉള്ളൂ. ചെറിയൊരു ഉളുക്ക് മാത്രമേ ഉള്ളൂ എന്ന് ഡോക്ടർ പറഞ്ഞപ്പോൾ ഏറ്റവും കൂടുതൽ ഞെട്ടിയത് പീമാക്ക് കേട്ടോ. കാരണം എന്തെങ്കിലും ഒരു മുറിവായാൽ ഇവിടുന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാം എന്നാണ് അവൻ പ്ലാൻ ചെയ്യുന്നത്. ഇപ്പൊ നമ്മുടെ മുള്ളൻ ചന്ദ്രപ്പൻ തന്നെ ചോദിക്കുന്നുണ്ട്, എടാ ഈ ചെറിയ ഉളുക്കിനാണ് ഇമാതിരി കരച്ചിൽ നീ കരഞ്ഞത്? നിങ്ങൾക്ക് എല്ലാവർക്കും പേടിയായിരിക്കും, പക്ഷേ യുദ്ധമുഖത്തിൽ ഒരു വീരൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യത്തിനെ മാത്രം ആലോചിക്കണം. നമ്മുടെ രാജ്യത്തിന്റെ അഭിമാനം കാക്കാനായിട്ട് നമ്മൾ എന്ത് വേണമെങ്കിലും ചെയ്യണം. നിങ്ങൾക്കറിയില്ലേ, കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ ആയിരക്കണക്കിന് വരുന്ന പട്ടാളക്കാരോട് പോരാടിയ നമ്മുടെ ചെറിയ പട്ടാളത്തെ കുറിച്ച്. ഇത് കേട്ടപാട് തന്നെ നമ്മുടെ പച്ച പറയുന്നുണ്ട്, എടാ അന്ന് യുദ്ധത്തിന് പോയ എല്ലാവരും മരിച്ചുപോയില്ലേ? ആശ നല്ല ആവേശം കൊടുത്ത് ഭയങ്കര ഹീറോയിക്കായിട്ട് പറഞ്ഞു വരികയായിരുന്നു. അതിന്റെ ഇടയിലാണ് പച്ച ഇമാരി ഡയലോഗ് അടിച്ചത്. അതിൽ തന്നെ ആവേശം പോകുന്നുണ്ട്. എന്നാലും കുഴപ്പമില്ല, നമ്മുടെ കയ്യിൽ വാളുണ്ട്, ആയുധങ്ങളുണ്ട്, നമ്മൾ ഇത് വെച്ച് പോരാടും, വാ നമുക്ക് യുദ്ധം ചെയ്യാന്ന് പറഞ്ഞിട്ട് എല്ലാവരും നല്ല വാശിയിൽ അങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇവരുടെ കയ്യിൽ വാള് മാത്രമേ ഉള്ളൂ, എന്നാൽ ഓപ്പോസിറ്റ് നിൽക്കുന്നവരുടെ കയ്യിൽ തോക്കുണ്ട് എന്നുള്ള കാര്യം ഇവർക്ക് അറിയില്ലായിരുന്നു. കിട്ടുകയാണ്, ഓരോന്നിനും ഓരോ പൊട്ട് കിട്ടുകയാണ്. പാവം നമ്മുടെ മുള്ളൻ ചന്ദ്രപ്പൻ ആളാകെ ഞെട്ടിപ്പോയി കേട്ടോ. നിലത്ത് കിടത്തുകൊണ്ട് മമ്മി എന്ന് പറഞ്ഞിട്ട് കരയുന്നുണ്ട്. എന്തായാലും ഇതിനുശേഷം നേരെ അവിടെ ഉണ്ടായിരുന്ന ട്രെഞ്ചിന്റെ ഉള്ളിലേക്ക് എല്ലാവരും പോവുക. നമ്മുടെ പീമേക്കാണെങ്കിൽ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അവൻ എങ്ങനെയെങ്കിലും ഈ യുദ്ധത്തിൽ നിന്ന് പോയിട്ട് അവന്റെ ഭാര്യയുടെ അടുത്തേക്ക് എത്തണം. അവള് ഗർഭിണിയാണ്, എങ്ങനെയെങ്കിലും അവളുടെ അടുത്തേക്ക് എത്തിയാൽ മതി എന്നുള്ള ഒരു ചിന്ത മാത്രമേ ഉള്ളൂ പീമേക്കിന്. ഇപ്പൊ ഈ ഒരു സിറ്റുവേഷൻ നിങ്ങൾ കണ്ടില്ലേ, എത്ര ഹാർഡായിട്ടുള്ള സിറ്റുവേഷൻ ആണ്. ഇതിനിടയിൽ മുള്ളൻ ചന്ദ്രപ്പൻ നമ്മുടെ മകുടിയോട് ചോദിക്കണം, അല്ലടാ നിന്റെ മുടി എന്താ ഇങ്ങനെ കെട്ടിവെച്ചിരിക്കുന്നത്? ഇപ്പൊ മകുടി പറയാണ്, അതൊരു സാഡ് സ്റ്റോറിയാണ്. ചെറിയ പ്രായത്തിൽ എനിക്ക് പ്ലേഗ് വന്നു, ഞാൻ ഏകദേശം മരിക്കേണ്ടതായിരുന്നു. അന്ന് ഞാൻ രക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്റെ മുടി ജീവിതകാലം മുഴുവൻ ഇങ്ങനെ കെട്ടിക്കോളാന്ന് നേർച്ച വെച്ചാൽ. ഇത് കേട്ടപാട് മുള്ളൻ ചന്ദ്രപ്പൻ പറയാണ്, ഇതിലും ഭേദം നീ ചാവുന്നതായിരുന്നു. ഇതിപ്പോ ഒരുമാതിരി ചാവാലിപ്പട്ടിയുടെ ചന്തി പോലെയുണ്ട്. എന്തായാലും ഇതിനിടയിൽ ഭയങ്കരമായിട്ടുള്ള ബോംബ് വീഴലും വെടിവെക്കലും. ഇതിന്റെ ഇടയിൽ നമ്മുടെ മുള്ളൻ ചന്ദ്രപ്പൻ ചോദിക്കുന്നുണ്ട്, പീമാക്കി നിനക്ക് അവസാനമായിട്ട് വല്ല ആഗ്രഹമുണ്ടോ? നമ്മളെല്ലാവരും ഇവിടെ കിടന്ന് ചാകാൻ വേണ്ടി പോവാണ്. ഇപ്പൊ പീമാക്ക് പറയണേ, ഞാൻ ഒരിക്കലും ചാവില്ലടോ, ഞാൻ എന്റെ ഭാര്യയുടെയും കുഞ്ഞിന്റെ അടുത്തേക്ക് പോകും, എന്നിട്ട് അവരെ കണ്ടിട്ടേ ഞാൻ ചാവുള്ളൂ. അതുപോലെ നിങ്ങൾ എല്ലാത്തിനെയും ഞാൻ ഇവിടുന്ന് രക്ഷപ്പെടുത്തും. ഇത് പറഞ്ഞിട്ട് എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ട് ഓരോന്നിനെയും ഈ ഒരു സ്ഥലത്ത് നിന്ന് അപ്പുറത്തേക്ക് കടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിൽ നമ്മുടെ പീമാക്കിന്റെ ഷോൾഡറിൽ വെടിയേൽക്കുന്നുണ്ട്. ഇതേ നേരം തന്നെ അവന്റെ ഭാര്യയായിട്ടുള്ള നാക്ക് ആണെങ്കിൽ പ്രസവിച്ചു. അവളുടെ കയ്യിൽ ആ ഒരു ചെറിയ കുഞ്ഞാണുള്ളത്. പീമാക്കിനെയും കാത്തുകൊണ്ട് അവൾ അവളുടെ വീട്ടിൽ നിൽക്കുകയാണ്. എല്ലാ ദിവസവും വൈകുന്നേരം അവന്റെ പേര് വിളിച്ച് അവൾ അങ്ങനെ കരയും. എന്നാൽ നാക്ക് പീമാക്കിന്റെ പേര് വിളിക്കുന്ന സമയത്ത് ആ നാട്ടിലുള്ള എല്ലാവരും ഓടി അവരുടെ വീട്ടിൽ കയറും. പിള്ളേരൊക്കെ പുറത്തുണ്ടെങ്കിൽ അവർക്കിട്ട് 2 എണ്ണം കൊടുത്ത് നിന്റെ അടുത്ത് പറഞ്ഞതല്ലേ ഈ നേരത്തെ ഇവിടെ നിൽക്കരുത് പറഞ്ഞിട്ട് എല്ലാത്തിനെയും അടിച്ചുള്ളിൽ കയറ്റും. ഇനിയിപ്പോ ജോലി ചെയ്യുന്ന ആണുങ്ങളായാലും ആ നേരെ ആകുമ്പോഴേക്കും എല്ലാ ജോലിയും തീർത്ത് അവരുള്ളിലേക്ക് കയറിയിരിക്കും. എന്താണ് അതിന്റെ കുട്ടൻസ് എന്ന് മനസ്സിലാവുന്നില്ല കേട്ടോ. എന്തായാലും നമ്മുടെ പിള്ളേര് യുദ്ധമൊക്കെ കഴിഞ്ഞ് ഒരു തോണിയിൽ നേരെ അവരുടെ നാട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. അങ്ങനെ ഇവർ ആദ്യമായിട്ട് എത്തുന്നത് പീമാക്കിന്റെ നാട്ടിലേക്കാണ് കേട്ടോ. ഏകദേശം ഒരു വൈകുന്നേര സമയത്താണ്. എന്നാൽ അവിടെ എത്തിയപ്പോൾ അവിടെയുള്ള കടകളും വീടുകളും എല്ലാം അടച്ചു പൂട്ടിയിരിക്കുകയാണ്. ഇതെന്തുകൊണ്ടാണ് പീമാക്കിന് മനസ്സിലാവുന്നില്ല. പിന്നീട് കൂട്ടുകാരെയും കൂട്ടി
പീമേക്ക് നേരെ പോകുന്നത് അവന്റെ വീട്ടിലേക്കാണ്. അപ്പോഴേക്കും രാത്രി ആയിട്ടുണ്ട് കേട്ടോ. എല്ലാ വീടുകളും ഇതുപോലെ ഈ പുഴയുടെ അരികിലായിട്ടാണുള്ളത്. അങ്ങനെ അവരുടെ ആ ഒരു തോണി സൈഡാക്കിയിട്ട് പീമേക്ക് നേരെ വീട്ടിന്റെ ഉള്ളിലേക്ക് പോവാണ്. കയറുമ്പോ തന്നെ നാക്കേ 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 എന്ന് വിളിച്ചുകൊണ്ടാ പോകുന്നത്. കുറെ നേരമായിട്ട് വിളിക്കുകയാണ്. അപ്പൊ പീമേക്കിന്റെ ഭാര്യ ഒന്ന് കാണാനായിട്ട് പുറത്ത് നമ്മുടെ മുള്ളൻചന്ദ്രപ്പൻ, മകുടി, പച്ച, മീശ 4 പേരും കാത്തിരിക്കുന്നുണ്ട്. അപ്പൊ കുറെ നേരം പീമേക്ക് വിളിച്ചിട്ടും അവള് വരാത്തതുകൊണ്ട് നമ്മുടെ മുള്ളൻചന്ദ്രപ്പൻ പറയാണ് മിക്കവാറും അവള് കക്കൂസിലായിരിക്കും. ഇപ്പൊ മകുടി പറയാണ് എന്റെ ചന്ദ്രപ്പ നീ വായ തുറക്കരുത്, വായ തുറന്നാൽ ഇതുപോലെ അപ്പിക്കേസുകളെ നിന്റെ വായിന്ന് വരുവുള്ളൂ. എന്തായാലും ഇതേ നേരം പീമേക്ക് ഉള്ളിലേക്ക് പോവാണ്. നോക്കുമ്പോൾ ഒരു തൊട്ടില് കാണുന്നുണ്ട്. തന്റെ കുഞ്ഞായിരിക്കും അതെന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഒരു സ്നേഹത്തോടു കൂടി ചെന്ന് നോക്കുമ്പോൾ അതിൽ കുഞ്ഞില്ല. കുഞ്ഞ് എവിടെ പോയി എന്ന് കരുതി നിൽക്കുമ്പോൾ പെട്ടെന്ന് പീമേക്കിനെ പിന്നിൽ നിന്നും അവന്റെ ഭാര്യ നാക്ക് വന്ന് പിടിക്കുകയാണ് കേട്ടോ. എത്രയോ നാളുകൾക്ക് ശേഷമാണ് കാണുന്നത്. സ്നേഹം കൊണ്ട് രണ്ടുപേരും കരഞ്ഞു പോകണം കേട്ടോ. പിന്നീട് മയക്ക് അവന്റെ കുഞ്ഞെവിടെയും ചോദിക്കുമ്പോൾ അവൻ തൊട്ടപ്പുറത്ത് ആ ഒരു കട്ടിൽ കിടന്ന് കളിച്ചുകൊണ്ടിരിക്കുക. എത്രയോ നാളായിട്ടുള്ള അവന്റെ ആഗ്രഹമാണ് കുഞ്ഞിനെ നേരിട്ടൊന്ന് കാണുക എന്നുള്ളത്. എന്തായാലും കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് സന്തോഷമാവാണ്. എന്തായാലും ഇതിനുശേഷം പീമേക്ക് നാക്കിനെയും കൂട്ടി പുറത്തേക്ക് വരികയാണ്. അവന്റെ കൂട്ടുകാരോട് ചോദിക്കുകയാണ് അല്ല ഇനി എന്താ പരിപാടി? പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല, ഇവിടുന്ന് നേരെ വീട്ടിലേക്ക് പോകണം. ഇപ്പൊ പീമേക്ക് പറയണ എന്തായാലും ഇന്ന് ഇനി യാത്ര ചെയ്യേണ്ട, യുദ്ധമൊക്കെ കഴിയുന്നത് വരെ നേരെ കടവിന്റെ അപ്പുറത്തെ എന്റെ ആന്റിയുടെ വീടുണ്ട്, നിങ്ങൾ അവിടെ താമസിച്ചോന്ന് പറയണം. പിന്നെ വേറൊരു പ്രശ്നമുണ്ട്, ആന്റി കുറച്ചു ദിവസം മുന്നേ മരിച്ചു പോയതാട്ടാ. പേടിക്കാനൊന്നുമില്ല. ഇത് കേട്ടപാട് തന്നെ നമ്മുടെ മകുടി ഒന്ന് ഞെട്ടിപ്പോവാണ്. അവിടെ തന്നെ താമസിക്കണമെന്ന് ചോദിക്കുകയാണ്. എന്തായാലും ഇവര് നേരെ അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. ഇതിനുശേഷം നമ്മുടെ പീമേക്ക് ഭാര്യയായിട്ടുള്ള നാക്കിന്റെ കൂടെ കുറച്ചു നേരം ഒറ്റയ്ക്ക് അങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. ഒരുപാട് നാളുകൾക്ക് ശേഷമല്ലേ ഭാര്യയെ കാണുന്നത്. രണ്ടുപേരും കുറച്ചധികം റൊമാൻറ്റിക് ആവുന്നുണ്ട്. അതുപോലെ തന്നെ ഭാര്യയോട് അവനൊരു കാര്യം പറയുന്നുണ്ട്, ഞാൻ ഒരിക്കലും ഒരു നല്ല പട്ടാളക്കാരനല്ല, ഒരു ചീത്ത പട്ടാളക്കാരനാ. കാര്യം എന്താണെന്നറിയോ, യുദ്ധം ചെയ്യുന്ന സമയത്ത് നമ്മുടെ രാജ്യത്തിനെ കുറിച്ചോ രാജ്ഞിയെ കുറിച്ചോ ഒന്നും ഞാൻ ആലോചിച്ചില്ല, ഞാൻ നിന്നെ കുറിച്ച് മാത്രമേ ആലോചിച്ചുള്ളൂ. പീമാക്കിന്റെ ആ ഒരു നിഷ്കളങ്കമായിട്ടുള്ള സംസാരം, അവന്റെ ആ ഒരു പെരുമാറ്റം, ഇതെല്ലാം കണ്ട് നാക്കിന് ചിരി വരികയാണ് കേട്ടോ. അവൻ എങ്ങനെയാണ് ഒരു പൊട്ടനെ പോലെ തോന്നുന്നു കേട്ടോ. അവന്റെ ഓരോ കളിയൊക്കെ കാണുമ്പോൾ ആൾക്ക് വലിപ്പമുണ്ടെങ്കിലും കുഞ്ഞു കുട്ടികളുടെ ഒരു കളിയാണ്. പിന്നെ ആൾക്ക് ഏറ്റവും പേടിയുള്ള കാര്യം അത് പ്രേതങ്ങളെയാണ്. അതിലൂടെ ഒരു മിന്നാമിന്നി പോയപ്പോൾ അത് എന്താണെന്ന് പീമാക്ക് ചോദിച്ചപ്പോൾ അത് പ്രേതമായിരിക്കും എന്ന് പറഞ്ഞപ്പോൾ അവളുടെ ബേക്കിൽ പോയി ഒളിക്കുകയാണ്. അത്രയും പേടിയാണ് പ്രേതങ്ങളെ. പിന്നീട് അന്ന് രാത്രി നാക്ക് അവളുടെ കുഞ്ഞിനെ ഉറക്കാനായിട്ട് ഒരു താരാട്ട് പാട്ട് അങ്ങനെ പാടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അവിടെ ആകെ ആ ഒരു ശബ്ദം മുഴങ്ങുന്നുണ്ട്. ഈ പാട്ട് കേൾക്കുന്ന ആ ഗ്രാമത്തിലുള്ള എല്ലാവരും ഭയന്ന് വിറച്ച് കുട്ടികളൊക്കെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കുട്ടികളെല്ലാം ചേർത്ത് പിടിച്ച് അവരുടെ മാതാപിതാക്കള് വല്ലാത്തൊരു ഭയം അവരുടെ മുഖത്തൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. എന്തായാലും പിറ്റേ ദിവസം രാവിലെയായി. നല്ലൊരു കണി കാണാന്ന് പറഞ്ഞിട്ട് നമ്മുടെ മുള്ളൻചന്ദ്രപ്പനും മകുടിയും പച്ചയും മീശയും കൂടെ നേരെ പുറത്തേക്ക് വന്നപ്പോൾ വലിയൊരു തോണിയും അതിലെന്തോ സാധനം കൊണ്ടുപോകുന്നുണ്ട്. ആഹാ നല്ല കാഴ്ച. ആശാനെ എന്താ തോണിയിലെന്ന് ചോദിക്കുകയാണ്. അപ്പൊ തോണി തൊഴിയുന്ന ആള് പറയാണ് യുദ്ധത്തിൽ മരിച്ചുപോയ പട്ടാളക്കാരുടെ മൃതദേഹ. ആഹാ നല്ല അടിപൊളി കണി. എന്തായാലും ഇതിനുശേഷം നമ്മുടെ ടീമും അതുപോലെ തന്നെ പീമാക്കും നേരെ ചന്തയിലേക്ക് പോവാണ്. എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ മേടിക്കണ്ടേ. എന്നാൽ ചന്തയിലേക്ക് പോയിട്ട് പീമാക്കിനെ കാണുന്ന എല്ലാവരും എഴുന്നേറ്റ് ഓടുകയാണ്. അവന് സാധനം വിൽക്കില്ല എന്ന് പറയാണ്. വിൽക്കില്ല എന്നല്ല, ഒരാൾ വിറ്റോണ്ടിരിക്കുന്ന മീൻ നിലത്തിട്ട് അതുപോലും എടുക്കാതെ എനിക്ക് നേരില്ല എന്നിട്ട് പീമാക്കിനെ കാണുമ്പോൾ എല്ലാവരും ഓടുക. അങ്ങനെ അവസാനം പീമാക്ക് അവന്റെ ഒരു ആന്റി ഉണ്ട് പ്രീക്ക്, അവരുടെ അടുത്തേക്ക് ചെന്നിട്ട് ആന്റി ഇവിടെ എന്തെങ്കിലും ജോലി ഉണ്ടാവോ, എനിക്കൊരു ജോലി ചെയ്യാനാ. അപ്പൊ കള്ളു കുടിച്ച് തീരെ ബോധമില്ലാതെ കിടക്കുന്ന ആ ആന്റി പറയാണ് നീ ഒന്ന് ചുറ്റും നോക്കിയേ, നിന്റെ ആവശ്യം ഇവിടെ ഉണ്ടോ? നോക്കുമ്പോ എന്താ അവിടെ കള്ള് എടുത്തു കൊടുക്കുന്നതും വിളമ്പുന്നതും എല്ലാം പെൺകുട്ടികളാ. അപ്പൊ അതിന്റെ ഇടയിലേക്ക് ഒരു ആൺകുട്ടിയുടെ ആവശ്യമില്ല. എന്നാൽ ഇപ്പൊ ഒരു ഇച്ചിരി ബോധം വന്ന സമയത്ത് ഈ പ്രീക്ക് നമ്മുടെ പീമാക്കിന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് എടാ നീ മറ്റേ ആ ഒരു ചെറുകനല്ലേ, പിന്നെന്തൊക്കെയോ ഒച്ചപ്പാടും ബഹളം ഉണ്ടാക്കുക, എന്തെന്നൊക്കെയോ വിളിച്ചു പറയാ, നിന്റെ ഭാര്യ ചത്തുപോയടാ, നിന്റെ കാലിന്റെ ഇടയിലൂടെ നോക്ക് അപ്പൊ കാണാം. പെട്ടെന്ന് തന്നെ ഈ പ്രീക്കിന്റെ മകൻ വന്നിട്ട് അവര് പിടിച്ച് വായും പൊത്തി കൊണ്ടുപോകാണ് കേട്ടോ. അമ്മ ഇങ്ങനെയാ വെള്ളം അടിച്ചു കഴിഞ്ഞാൽ ബോധം ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് എന്തായാലും കുറച്ച് കള്ളും മേടിച്ച് ഇവരവിടുന്ന് പോവുകയാണ് കേട്ടോ. എന്നാൽ രാത്രി ഇവര് 4 പേരും മുള്ളൻചന്ദ്രപ്പനും മകുടിയും പച്ചയും മീശയും 3 പേരിരുന്ന് വെള്ളം അടിക്കുമ്പോൾ ഇവർക്കൊരു സംശയം, എന്നാലും എന്തിനായിരിക്കും ആ ആന്റി കാലിന്റെ ഇടയിലൂടെ നോക്കാൻ പറഞ്ഞത്? ഇപ്പൊ കൂട്ടത്തിൽ അല്പം പേടിയുണ്ടായിരുന്ന നമ്മുടെ മകുടി ഉണ്ടല്ലോ, അവനൊരു കാര്യം പറയാണ്, എന്റെ അമ്മ പണ്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട് ഈ കാലിന്റെ ഇടയിലൂടെ നോക്കിക്കഴിഞ്ഞാൽ പ്രേതങ്ങളെ കാണാൻ പറ്റുമെന്ന്. ആഹാ മകുടി നിന്റെ അമ്മയ്ക്ക് നല്ല വിവരമാണല്ലോ. ഇപ്പൊ മുള്ളൻചന്ദ്രപ്പൻ പറയാണ് നീ ആദ്യം ഒരു കാര്യം ചെയ്യ്, നമ്മുടെ പീമേക്ക് അവിടെ ഉണ്ട്, അവന് വിളിച്ചിങ്ങോട്ട് വാ, നമ്മൾ 4 ആളും മാത്രമായിട്ട് വെള്ളടിക്കുന്നത് അത്ര ശരിയല്ലല്ലോ. ഇപ്പൊ മകുടി പറയണ അത് വേണ്ട, ഞാൻ ഒറ്റയ്ക്ക് പോകില്ല എന്ന് പറയണം. പക്ഷെ ഇവരെല്ലാവരും കൂടെ നിർബന്ധിച്ച് നേരെ പീമാക്കിനെ വിളിക്കാനായിട്ട് അവന്റെ വീട്ടിലേക്ക് മകുടിയെ പറഞ്ഞേക്കാണ്. ആൾക്കാണെങ്കിൽ നല്ല പേടിയുണ്ട്. തോണി തുഴഞ്ഞ് അപ്പുറത്തേക്ക് പോയി പതിയെ പതിയെ സ്റ്റെപ്പ് ചവിട്ടി കയറുക. അതിൽ 3ാമത്തെ സ്റ്റെപ്പ് പൊട്ടി. ഏതായാലും കുഴപ്പമില്ല, പെട്ടെന്ന് തന്നെ പിടിച്ച് മുകളിലേക്ക് കയറി. നേരെ മുകളിലേക്ക് കയറി നോക്കുമ്പോൾ ഇരുട്ടത്തായിട്ട് ഇരിക്കുന്ന നമ്മുടെ നാക്കിനെ കാണുകയാണ്, ഒരു കറുത്ത രൂപം. ഇത് കണ്ട് ആകെ വിറച്ചു പോവാണ് അവന്. എന്തായാലും പീമാക്ക് ഇവിടെ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ പതിയെ ഇരുട്ടത്തുനിന്ന് അവൾ പുറത്തേക്ക് വരിക. ശരിക്കും ഒരു കറുത്ത രൂപം. അവനാകെ വിറയ്ക്കാൻ തുടങ്ങി. എന്നാൽ വെളിച്ചത്തേക്ക് വന്നപ്പോൾ നോർമൽ ആയിട്ടുള്ള സാധാരണ ഒരു പെണ്ണ്, ഒരു കുഴപ്പമില്ല. പിന്നീട് പീമാക്ക് എവിടെയെന്ന് ചോദിച്ചപ്പോൾ അവൻ ഉറങ്ങുക, വിളിക്കണമെന്ന് ചോദിച്ചപ്പോൾ വിളിക്കുന്നു പറയാണ്. പിന്നീട് തിരിഞ്ഞു നടക്കുന്ന നാക്ക് അവളുടെ ആ ഒരു കാലിന്റെ സൈഡൊക്കെ നോക്കുമ്പോൾ രക്തം ഇങ്ങനെ ഉറ്റിക്കൊണ്ടിരിക്കുക താഴേക്ക്. ഇപ്പൊ മകുടി ചോദിക്കുകയാണ് നാക്കേ നിനക്ക് എന്താ പറ്റിയത്? അങ്ങനെ നാക്ക് നോക്കി നിൽക്കെ അവൾ ഒറ്റയടി അങ്ങോട്ട് പ്രസവിക്കുകയാണ്. അവളുടെ വയറ്റിൽ നിന്ന് ഒരു കുഞ്ഞ് താഴേക്ക് വീഴുന്നുണ്ട്. ഇത് കണ്ട് നാക്ക് ഒരൊറ്റ അലറലാണ്, ഒറ്റ ചാടലാണ്. നോക്കുമ്പോ എന്താ അവനിങ്ങോട്ടേക്ക് വന്നിട്ടില്ല. നേരത്തെ വെള്ളടിക്കുന്നതിന്റെ ഇടയിൽ അവിടെ തന്നെ കിടന്ന് ഉറങ്ങിപ്പോയതാ. അവൻ കണ്ട സ്വപ്നമാണ് ഇതിപ്പോ. ഇപ്പൊ അവനോട് തന്നെ മുള്ളൻചന്ദ്രപ്പൻ പറയണ നീ പോയിട്ട് പീമാക്കിനെ വിളിച്ചിട്ട് വാ, അവനും കൂടെ ഉണ്ടെങ്കിൽ ഒരു രസം
പോണല്ലോ. എടാ ഞാൻ തന്നെ പോണോ? ആ നീ തന്നെ പോണം, നീയാണല്ലോ കൂട്ടത്തിൽ വെള്ളം അടിക്കാത്തത്. സെയിം ഡയലോഗ്, നേരത്തെ സ്വപ്നത്തിൽ കണ്ട അതേ കാര്യങ്ങൾ. എടാ എനിക്ക് ദേജാവ് ഫീൽ ആവുന്നു. ഇപ്പൊ നമ്മുടെ പച്ച പറയണ നിനക്ക് അങ്ങനെ പലതും ഫീൽ ആവും, ഒരു കാര്യം ചെയ്യാൻ അവനെ പോയി വിളിച്ചിട്ട് വാ. അങ്ങനെ രണ്ടാമതും നമ്മുടെ മകുടി നേരെ അങ്ങോട്ടേക്ക് പോവാണ്. പതിയെ സ്റ്റെപ്പ് കയറുകയാണ്. മൂന്നാമത്തെ സ്റ്റെപ്പ് പൊട്ടുമെന്ന് അവന് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് അവൻ പറയുന്നത് ഇത്തവണ എന്നെ പറ്റിക്കാന്ന് വിചാരിക്കേണ്ട, ഡയറക്റ്റ് നാലാമത്തേല് കാലെടുത്ത് വെക്കാന്ന്. എന്നോടാ കളി. അങ്ങനെ ഡയറക്റ്റ് നാലാമത്തേല് കാല് വെച്ചതും എല്ലാം കൂടെ പൊളിഞ്ഞ് താഴേക്കൊരു പോക്കാണ്. പിന്നെ ഒരു വിധത്തിൽ അതിന്റെ ഉള്ളിൽ നിന്നും എഴുന്നേറ്റ് ഇതൊരുമാതിരി മറ്റേടത്ത പരിപാടിയായിപ്പോ ഉള്ള കിക്ക് മുഴുവൻ പോവുകയും ചെയ്തു. പിന്നെ എന്തായാലും ഒരു വിധത്തിൽ വലിഞ്ഞു കയറി മുകളിലേക്ക് കയറി നോക്കുമ്പോൾ നല്ല വൃത്തിയുണ്ടായിരുന്ന ആ ഒരു വീട് ഒരുപാട് കാലമായിട്ട് ആരും ഉപയോഗിക്കാത്ത കോലത്തില്. അപ്പൊ തന്നെ അവന്റെ ഉള്ളിലെ കിളി മാറുകയാണ് കേട്ടോ. തിരിഞ്ഞു ഓടാൻ നോക്കുമ്പോൾ ഒരു നാരങ്ങണ്ട് ഉരുണ്ടി വീണ് വരുന്നു. ഒരു ഭയത്തിൽ അവൻ അതിലേക്ക് തന്നെ നോക്കി നിൽക്കുമ്പോൾ ഒരു കൈ വന്ന് പതിയെ ആ ചെറുനാരങ്ങ എടുത്ത് പോവാണ്. തീർന്നില്ലേ? തീർന്നു. ആശാൻ ഓടുകയാണ് അവിടുന്ന്. ഈ നേരത്ത് നമ്മുടെ ചന്ദ്രപ്പനും പച്ചയും മീശയും 3 പേരും അടിച്ച് കിക്കായി നല്ല ഡാൻസ് ആണ്. ഈ നേരത്താണ് അങ്ങോട്ടേക്ക് നമ്മുടെ മകുടി ഓടി വന്ന് പറയുന്നത്, എടാ ഞാൻ കണ്ട്. എന്താടാ നീ കണ്ടത്? അവളെ കണ്ടടാ, അവള് മനുഷ്യനല്ല, അവള് പ്രേതാണ്. ഇത് കേട്ടപ്പോ യുവമാരൊക്കെ പിന്നെയും ചിരിക്കാൻ തുടങ്ങുകയാണ്. പിന്നെയും ഡാൻസ് ആണ്. നിനക്ക് നല്ല തലക്ക് പിടിച്ച്. എന്നാൽ ഈ നേരത്ത് അവിടെ തൊട്ടടുത്തുണ്ടായിരുന്ന ഒരു പുഴയുണ്ടല്ലോ, അതിനരികിലൂടെ ഒരു മൃതദേഹം അങ്ങനെ ഒലിച്ചു പോകുന്നുണ്ട്. എന്തായാലും പിറ്റേ ദിവസം രാവിലെ കുറെ കാലമായിട്ട് വീട് മെയിൻറ്റെയിൻസ് ചെയ്യാത്തതുകൊണ്ട് കുറച്ച് പണികളൊക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ പീമേക്ക് അതിന്റെ ഓരോ ജോലികൾ ചെയ്യാണ്. അപ്പൊ കൂടെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ബാക്കിയുള്ള അവന്മാരും ഉണ്ട്. പിന്നെ എന്തോ ആയുധെടുക്കാനായിട്ട് മുകളിലേക്ക് പോവാണ് നമ്മുടെ പച്ച. അപ്പൊ മുകളിലേക്ക് എത്തിയ സമയത്ത് അവനും ഞെട്ടിപ്പോവാണ്. അതായത് ഒരുപാട് കാലമായിട്ട് ഉപയോഗിക്കാത്തൊരു വീട് പോലെ ഉണ്ട് ഇത്. അന്ന് ആദ്യം കണ്ട സമയത്ത് ഇങ്ങനെ ആയിരുന്നില്ല. തൊട്ടപ്പുറത്തെ മുറിയില് നമ്മുടെ നാക്കും എന്തോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്തോ ഒരു സംശയം നമ്മുടെ പച്ചയ്ക്ക്. അതുകൊണ്ട് നൈസായിട്ട് ഈ നാക്കിന്റെ കാലിന്റെ ഇടയിലൂടെ നോക്കുകയാണ്. ഇനിയിപ്പോ അവള് പ്രേതാണോ അല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. സത്യം പറഞ്ഞാൽ അവന്റെ കാലിന്റെ ഇടയിലൂടെയാണ് നോക്കേണ്ടത്. എന്തായാലും നാക്കിന്റെ കാലിന്റെ ഇടയിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് നാക്ക് നോക്കുകയാണ്. ഒരുമാതിരി പൊളിഞ്ഞ ചിരിയും ചിരിച്ച് പച്ച പറയാണ്, തീപ്പെട്ടി ഉണ്ടാ? അല്ല കോടാലി. അത് പിന്നെ അവിടുത്തെ മരം വെട്ടാനായിട്ട്. പിന്നെ അവളുടെ ആ ഒരു നോട്ടം കണ്ടപ്പോ ഒന്നും മിണ്ടാതെ അവൻ പതിയെ താഴേക്ക് ഇറങ്ങി വരികയാണ്. ആശാൻ എന്തോ ആ നോട്ടം കണ്ടപ്പോ തന്നെ വയറ്റുന്ന ഒരു ഇളക്കം പോലെ. അതുകൊണ്ട് നേരെ പറമ്പിലേക്ക് പോവാണ് കേട്ടോ. അപ്പൊ നമ്മുടെ മകുടി ചോദിക്കുന്നുണ്ട്, എന്താ എന്തെങ്കിലും കണ്ടോ? ഇല്ലടാ, ഞാൻ ഒരു നമ്പർ 2 പോയിട്ട് ഇപ്പൊ വരാന്ന് പറഞ്ഞിട്ട് നേരെ പോയിട്ട് പറമ്പിലിരിക്കുകയാണ്. കുറച്ചേരം നോക്കിയിട്ട് നല്ലൊരു ലൊക്കേഷൻ കിട്ടിയ കേട്ടോ. പിന്നീട് മുണ്ടും പൊക്കിയ ഒരു ഇരുത്താണ്. എന്നാ ഒരു ആനന്ദം. ആ മുഖം നിങ്ങൾ കണ്ട, 2 പെറ്റ സുഖം. അങ്ങനെ എല്ലാത്തരം സൗണ്ട് എഫക്റ്റുകളോടും കൂടിയിട്ട് അതങ്ങോട്ട് നടക്കുകയാണ്. സീരിയസ്ലി ഇത് ഞാൻ ഉണ്ടാക്കിയ എഫക്റ്റ് ഒന്നും അല്ല കേട്ടോ, സിനിമയിലുള്ള സൗണ്ട് എഫക്റ്റ്. അത് ഞാൻ ജസ്റ്റ് ഒന്ന് കേൾപ്പിച്ചെന്നേ ഉള്ളൂ. എന്തായാലും അന്ത നിമ്മതിയോടെ പോകുന്ന സമയത്ത് വല്ലാത്തൊരു തിളക്കം മണ്ണിന്റെ അടിയിൽ നിന്നും നോക്കിയപ്പോ ഒരു ശവശരീരം. ഇവന്റെ കിളി പാറുകയാണ്. അയ്യോ ദൈവമേ, സാധനാണെങ്കിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നിർത്തി പോകാനും പറ്റില്ല, പേടിയാവുന്നുണ്ട്. ഇതിനിടയിൽ അപ്പുറത്തെ മണ്ണ് ചെറുതായിട്ടൊന്ന് മാറ്റി നോക്കിയപ്പോ ഒരു തലയോടും കൂടെ കാണുകയാണ്. പെട്ടെന്ന് അത് താഴേക്ക് അങ്ങ് പോകുന്നുണ്ട് കേട്ടോ. അത് തീരാനൊന്നും കാത്തില്ല, എണീച്ചോടുകയാണ് അവനിപ്പോ. പോകുന്ന വഴിയിൽ ഒരു തേനീച്ചക്കൂട് ഉണ്ടായിരുന്നു, അതും തട്ടിയിടുകയാണ്. ഇപ്പൊ നമ്മുടെ പച്ച വരുന്ന ആ ഒരു വെപ്രാളം കണ്ട് വാക്കുകളെല്ലാവരും ഓടി വന്നിട്ട് എന്താ വിഷയം ചോദിക്കുകയാണ്. അതിനേക്കാൾ ഉപരി ഇവര് നോക്കുന്നത് നമ്മുടെ പച്ചയുടെ മുഖത്തിനാണ്. സിനിമയില് മറ്റേ ഒരു മൊയിലാളി ഉണ്ടല്ലോ, മൂപ്പരെ മോന്താക്കിയതുപോലെ അതുക്കെ മേലെ ആ ലെവലിലാക്കി വെച്ചിന്. ഇവനിക്കാണെങ്കിൽ ഈ ചുണ്ടും നാക്കൊക്കെ വീർത്ത് വെക്കുന്നതുകൊണ്ട് മര്യാദക്ക് സംസാരിക്കാനും പറ്റുന്നില്ല. ഇതിന്റെ ഇടയിൽ അങ്ങോട്ടേക്ക് നാക്ക് വരികയാണ്. എന്താ പറ്റിയെന്ന് ചോദിക്കുന്നുണ്ട്. ഒന്നുമില്ല എന്ന ഭാവത്തിൽ ആശാൻ അങ്ങനെ നിൽക്കുക കേട്ടോ. കാരണം എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവള് പണി തരും. കാരണം അവിടെ കണ്ട ആ ഒരു ശവശരീരം ഉണ്ടല്ലോ, അതിന്റെ കയ്യിൽ കണ്ട ആ ഒരു മോതിരം ഉണ്ടല്ലോ, ആ സെയിം സാധനമാണ് നാക്കിന്റെ കയ്യിലുള്ളത്. അതായത് അവിടെ കണ്ട ആ മൃതദേഹം നാക്കിന്റെ മൃതദേഹ. പിന്നീട് അവള് പോയി കഴിഞ്ഞ സമയത്ത് നമ്മുടെ പച്ച വീണ്ടും പറയാൻ ശ്രമിക്കുകയാണ് കേട്ടോ. എന്നാൽ ഈ നാക്കൊക്കെ വീർത്ത് എടുക്കുന്നതുകൊണ്ട് പറയുന്നത് വ്യക്തമാകുന്നില്ല. അവൻ ഓടിച്ചെന്ന് ഒരു പേപ്പറിൽ എഴുതി കാണിച്ചു കൊടുക്കുകയാണ്, നാക്ക് ഒരു പ്രേതാന്ന്. എന്നാൽ ഇത് കണ്ട് ഏറ്റവും കൂടുതൽ ഞെട്ടിയത് നമ്മുടെ മുള്ളൻ ചന്ദ്രപ്പനായിരുന്നു. ഇടക്കിടക്ക് വെള്ളം ചോദിക്കാന്ന് പറഞ്ഞ് അവളുടെ അടുത്തേക്ക് പോകും. ദൈവമേ, യക്ഷിയോടായിരുന്നു ഞാൻ ഇത്രയും നേരം പഞ്ചാര അടിച്ച്. എന്തായാലും വേഗം സാധനമൊക്കെ പേക്കി, ഇപ്പൊ തന്നെ ഇവിടുന്ന് പോകണം. ഇതിന്റെ ഇടയിൽ നമ്മുടെ മകുടി പച്ചയോട് ചോദിക്കുകയാണ്, അല്ലടാ നീ കാലിന്റെ ഇടയിലൂടെ നോക്കിയപ്പോ ഒന്നും കണ്ടില്ല എന്നല്ല പറഞ്ഞത്, നീ ശരിക്കും എന്താ കണ്ടത്? അത് തിളച്ചോണ്ടിരിക്കുന്ന എന്തോന്ന് കണ്ടിരുന്നു? എന്ത്? എടാ ഞാൻ ആ നാക്കിന്റെ കാലിന്റെ ഇടയിലൂടെ നോക്കിയപ്പോ അടുപ്പിൽ തിളച്ചോണ്ടിരിക്കുന്ന എന്തോ ഒരു സാധനം കണ്ടായിരുന്നു. എടാ പൊട്ട, അവളുടെ കാലിന്റെ ഇടയിലൂടെ അല്ല, നിന്റെ കാലിന്റെ ഇടയിലൂടെ നോക്കണമെന്നാ പറഞ്ഞേ. എന്തായാലും സാധനം വേഗം എടുത്ത് വെച്ചേക്കെന്ന് പറയണം. എല്ലാവരും അതിന്റെ തിരക്കിലാണ്. എന്നാൽ പച്ച മാത്രം നമ്മുടെ പീമേക്കിനെയും നാക്കിനെയും നോക്കുകയാണ് കേട്ടോ. പീമേക്ക് ഇതൊന്നും അറിയാതെ അവളെയും കെട്ടിപ്പിടിച്ച് അങ്ങനെ നിൽക്കുക. ഇപ്പൊ പച്ച പറയണേ, എനിക്ക് എന്തായാലും അവനെ വിട്ടു വരാൻ പറ്റില്ല, അവനോട് ഈ രഹസ്യം പറയണം, നമ്മൾ ഇന്ന് ഇവിടെ തന്നെ നിൽക്കുക എന്ന് പറയണം. എന്നാൽ ബാക്കി ഒരുത്തനും അതിനുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല. രാത്രി ആയപ്പോ ഈ കാര്യം അവനോട് പറയാനായിട്ട് നേരിട്ട് അങ്ങോട്ടേക്ക് പോകാനായിട്ട് നമ്മുടെ പച്ചയും മകുടിയും കൂടെ അങ്ങോട്ടേക്ക് പോവുകയാണ് കേട്ടോ. പോകുമ്പോ തന്നെ ചെറിയൊരു പേടിയുണ്ട്. ഈ സമയത്താണ് ചന്ദ്രപ്പന്റെ അടുത്തേക്കും അതുപോലെ തന്നെ മീശയുടെ അടുത്തേക്കും ആ ബാറിന്റെ ഓണർ ആയിട്ടുള്ള ആന്റിയുടെ മകനുണ്ടല്ലോ, അവൻ വന്നിട്ട് പറയാണ്, പറ്റുവാണെങ്കിൽ ഒരു പശുവിനെ അറുത്ത് തരുമെന്ന്. എന്തിനാടാ പശുവിനെ അറുക്കുന്നത്? പാപം കിട്ടുമെന്ന് പറയണം. അത് പിന്നെ എന്റെ അമ്മ മരിച്ചുപോയി, എനിക്ക് അറക്കാൻ അറിയില്ല, അപ്പൊ നിങ്ങൾ ആരെങ്കിലൊക്കെ ഒന്ന് വന്ന് ഹെൽപ്പ് ചെയ്യുകയാണെങ്കിൽ. നിന്റെ അമ്മ മരിച്ചുപോയിന്നോ? അതെ, എന്റെ അമ്മ മരിച്ചുപോയി എന്ന് പറയണേ. എങ്ങനെ? എപ്പോ? അപ്പൊ ആ ചെറുക്കൻ പറയാണ്, അന്ന് നിങ്ങൾ കടയിൽ വന്നില്ലേ, അപ്പൊ ഈ നാക്കിനെ കുറിച്ച് എന്തൊക്കെയോ എന്റെ അമ്മ പറഞ്ഞില്ലേ, അന്ന് രാത്രി പുഴയിൽ വീണ് മരിച്ചാ. ഇത് കേട്ടപ്പോ തന്നെ
മുള്ളൻചന്ദ്രപ്പനും നമ്മുടെ മീശി ഞെട്ടിപ്പോവാണ്. കാരണം പിമാക്കിന്റെ അടുത്തേക്ക് നാക്ക് പ്രേതാന്ന് പറയാൻ വേണ്ടി പോയിരിക്കുകയാണ് മകുടിയും പച്ചയും. ഈ കാര്യങ്ങാനും അവിടെ വെച്ച് അവര് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടെണ്ണത്തിന്റെ പണി തീരുവാടുന്നു. എന്തായാലും അങ്ങോട്ടേക്ക് പോയ നമ്മുടെ മകുടി പച്ച രണ്ടുപേരും പിമാക്കിനെ വിളിക്കുകയാണ്. എടാ ഒരു കാര്യം പറയാണ്ടെന്ന് പറയാണ്. എന്നാൽ അവന്റെ കൂടെ തന്നെ നാക്കും വരികയാണ്. നാക്കിനെ കണ്ടപ്പോ തന്നെ ലവന്മാരുടെ കാലിടിക്കാൻ തുടങ്ങി. എന്നാലും ധൈര്യം സംഭരിച്ച് എടാ പിമാക്കെ നിന്റെ ഭാര്യ ഉണ്ടല്ലോ എന്ന് പറയാൻ വരുമ്പോഴേക്കും അങ്ങോട്ടേക്ക് ചന്ദ്രപ്പനും നമ്മുടെ മീശി ഓടി വന്നിട്ട് പറയണം, എടാ നിന്റെ ഭാര്യ ഭയങ്കര സുന്ദരിയാണ് കേട്ടാ. ഇത് കണ്ടപ്പോ നമ്മുടെ പിമാക്ക് ആളറിയാലോ ഒരിച്ചിരി മണ്ടനാണ്. അവൻ ചിരിക്കുകയാണ്. എന്റെ ഭാര്യ വളരെ സുന്ദരിയാണ്, അത് പറയാനാണോ ഈ രാത്രിയിൽ നിങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നത്? ഇവര് 4 പേരാണെങ്കിൽ ഒരു വളിച്ച ചിരിയും ചിരിച്ച് എങ്ങനെങ്കിലും ഇവിടുന്ന് പോയാ മതി എന്ന ഭാവത്തിൽ നിൽക്കണം. ആ സമയത്താണ് നാക്ക് പറയുന്നത്, അല്ല നിന്റെ കൂട്ടുകാർ രാത്രി വന്നിട്ട് എന്താ വീട്ടിലേക്ക് വിളിക്കാതെ, വിളിക്കവരെന്ന് പറയാണ്. ഇപ്പൊ പിമാക്ക് പറയാണ്, വാടാ വീട്ടിലേക്ക് വാടാ, നല്ല ഫുഡ് ഉണ്ട് കഴിച്ചിട്ട് പോകാന്ന്. ഇപ്പൊ 4 പേരും അവനെ നോക്കിയിട്ട് വേണ്ടാന്ന് പറയാണ്. എന്നാൽ പിമാക്ക് നിർബന്ധിച്ച് അവരെ കൊണ്ടുപോയിട്ട് അവിടെ ഇരുത്തുകയാണ്. അങ്ങനെ കഴിക്കാനായിട്ട് അവിടെ ഭക്ഷണം വിളമ്പി വെക്കുന്നുണ്ട്. പിമാക്ക് നോക്കുമ്പോൾ നല്ല ഭക്ഷണമാണ്. എന്നാൽ ഇവര് നോക്കുമ്പോ എന്താ നല്ല പുഴുവും പഴുതാരിയും കരിയിലയും പച്ചലയും ഇത് മാത്രം അവിടെ ഉള്ളത്. അങ്ങനെ പിമാക്ക് അവരെ കൊണ്ട് അതൊക്കെ കഴിപ്പിക്കുകയാണ് കേട്ടോ. ഒരു വിധത്തില് ഇവന്മാർ ഈ പച്ചലയും കരിയിലയൊക്കെ തിന്നുന്നുണ്ട്. അതിലേറ്റവും കഷ്ടം നമ്മുടെ മകുടിയുടെ കാര്യം. അവന് തിന്നാൻ കൊടുത്തിരിക്കുന്നത് പഴുതാരിയും മറ്റേ വണ്ടും അതിനൊക്കെയാ. ഒരു വിധത്തിൽ അണ്ണാക്കിലേക്ക് തിരികെയും വെച്ച് അങ്ങനെ ചവച്ച് ഒരു വിധത്തിൽ ഇറക്കി വിട്ടു കേട്ടോ. ഇതിനിടയിൽ നമ്മുടെ പിമാക്ക് കാണാതെ ഇവരെന്തൊക്കെയോ സ്വകാര്യം പറയുമ്പോൾ പിമാക്ക് പറയണത്, എനിക്കറിയാം നിങ്ങളിപ്പോ എന്താ പറയുന്നതെന്ന്. മറ്റേ ഗെയിം കളിക്കാനല്ലേ ഫുഡ് കഴിച്ചാൽ ഇവർക്ക് ഇതൊരു പതിവാണ്. നാക്കെ ഗെയിം എന്താണെന്നറിയോ? അതായത് ഒരു പേര് എഴുതിയിടും. ആ പേപ്പർ ആരെങ്കിലും ഒരാൾ എടുക്കണം, എന്നിട്ട് ആംഗ്യ ഭാഷയിലൂടെ നമ്മളെ കൊണ്ട് അവരത് പറയിപ്പിക്കണം. എന്തായാലും തുടങ്ങല്ലേ എന്ന് പറഞ്ഞിട്ട് ഓരോരുത്തരായിട്ട് കളിക്കാൻ തുടങ്ങുകയാണ്. ഫസ്റ്റ് അവരുടെ മറുപടി എന്തോ ഒരു സാധനം കണ്ടു, അപ്പൊ അത് അവരെ കൊണ്ട് പറയിപ്പിക്കാൻ നോക്കുകയാണ്. ആദ്യം ഒരു കുന്തം കാണിച്ചു കൊടുക്കുന്നുണ്ട്. അതിങ്ങനെ പറഞ്ഞപ്പോൾ ആ പേരല്ല, പിന്നീട് കക്ഷം കാണിച്ചു കൊടുക്കുകയാണ്. അപ്പൊ ഈ ഗെയിം കളിക്കാൻ ഒട്ടും അറിയാത്ത നമ്മുടെ പിമാക്ക് ഓരോന്ന് പറയുന്നുണ്ട്. കക്ഷം അതല്ല എന്ന് പറയുമ്പോ മണമുള്ള കക്ഷം അതല്ല, രോമുള്ള കക്ഷം അതുമല്ല, വൃത്തിയില്ലാത്ത കക്ഷം അതൊന്നും അല്ലടാന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവസാനം നമ്മുടെ ചന്ദ്രപ്പനും അതുപോലെ തന്നെ പച്ചയും കൂടി ഒരു പേര് പറയുന്നുണ്ട്. ശരി, അതാണ് കറക്റ്റ്. ഇനിയിപ്പോ അടുത്ത ഊഴം നമ്മുടെ പച്ചയുടേതാണ്. അവന് പല ആംഗ്യം കാണിച്ച് ഓരോന്ന് പറയാൻ നോക്കുന്നുണ്ട് കേട്ടോ. അവന്റെ ഈ ആംഗ്യെല്ലാം കാണുമ്പോൾ മരപ്പട്ടി, പറക്കുന്ന തത്ത, മയില്, കുയില് എന്നൊക്കെ പറയുന്നുണ്ട്. അവസാനം അവനൊരു കാര്യം പറയുന്നുണ്ട്. അതായത് നമ്മുടെ നാക്കിനെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കുകയാണ്. അത് കാണുമ്പോൾ ഇവര് പറയുന്നുണ്ട് ഭാര്യ, നേക്ക്, പെണ്ണ്, അതൊന്നും അല്ല, എന്തോ ഒരു പലഹാരത്തിന്റെ പേരാണ്. അവസാനം നമ്മുടെ മകുടിക്ക് സംഭവം പിടികിട്ടി. അതായത് അവരുടെ ഭാഷയിൽ ഈ മരിച്ച പെണ്ണ് എന്ന രീതിയിൽ അർത്ഥം വരുന്ന എന്തോ ഒരു പലഹാരമുണ്ട്. അപ്പൊ അവളെങ്ങനെ ചൂണ്ടിക്കാണിക്കണമെങ്കിൽ മരിച്ച പെണ്ണ്, അപ്പൊ ആ പലഹാരത്തിന്റെ പേര് അവൻ അപ്പൊ തന്നെ പറയാണ്. ആ പലഹാരത്തിന്റെ പേര് യെസ് അത് തന്നെ. എന്നാൽ ഇത് എങ്ങനെ മനസ്സിലായെന്ന് കൂടെ മകുടി വിശദീകരിച്ചു കൊടുക്കുകയാണ്. എന്താ ഇവിടെ സംഭവിക്കുന്നതെന്നുള്ള ആ ഒരു സ്വബോധമൊക്കെ അവന് നഷ്ടപ്പെട്ടു. പേര് കിട്ടിയ ഒരു സന്തോഷത്തിൽ അവള് മരിച്ചതല്ലേ, അവള് മരിച്ചൊരു പെണ്ണല്ലേ, അതായോണ്ട് അങ്ങനെയാണ് എനിക്കിത് വേഗം കിട്ടിയതെന്ന് പറയാണ്. ഈ നേരത്താണ് സംഭവം പണി പാളിയെന്ന് ഇവർക്ക് മനസ്സിലാവുന്നത്. നമ്മുടെ ചന്ദ്രപ്പൻ കൈയും കാലും രണ്ടും ഉപയോഗിച്ച് ഇവന്റെ വായൊന്ന് പൊത്തി പിടിക്കാൻ നോക്കുന്നുണ്ട്. എന്നിട്ടും ചെറുക്കൻ അടങ്ങണ്ടേ. ഇവൻ ജയിച്ച ഒരു സന്തോഷത്തിൽ ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, മരിച്ച പെണ്ണ് എന്ന്. എന്തായാലും അവസാനം ഒരു ഇച്ചിരി വെളിവ് വന്നപ്പോഴാണ് വായിന്ന് വന്ന അബദ്ധം എന്താണെന്ന് മകുടിക്ക് മനസ്സിലായത്. പിന്നെ ഒന്നും നോക്കിയില്ല, 4 എഴുന്നേറ്റ് ഓടുകയാണ് കേട്ടോ. നേരെ തോണിയുടെ അടുത്ത് എത്താനായപ്പോഴേക്കും പിറകിൽ നിന്ന് ഒരു വിളി, നിക്കട അവിടെ. പിന്നെ അവളുടെ യഥാർത്ഥ രൂപം അങ്ങനെ കണ്ട സമയത്ത് 4 കിടന്ന് കൂക്കാൻ തുടങ്ങുകയാണ്. പിന്നെ ഒരു ഓട്ടവും. ഇതിനിടയിൽ നമ്മുടെ പച്ചയുടെ കണ്ണടയും വീണുപോയി. ഇവനാണെങ്കിൽ എങ്ങോട്ട് പോണെന്ന് തിരിയുന്നില്ല, അവിടെ കിടന്ന് തപ്പിക്കൊണ്ടിരിക്കുകയാണ്. ബാക്കിയുള്ള 3 പേരാണെങ്കിൽ തോണിയിലും കയറി. അങ്ങനെ അവസാനം കണ്ണടയും കിട്ടി തോണിയിലേക്ക് ഓടി കയറിയിട്ട് ഉള്ള പങ്കായം വെച്ച് തുഴഞ്ഞോണ്ടിരിക്കുകയാണ്. ബാക്കിയുള്ള 3 പേര് കൈയും വെച്ചും തുഴയാണ്. എന്നാൽ വിറ്റ് അതല്ല, തോണി മുന്നോട്ടേക്ക് പോകും. അവിടെ കിടന്ന് വട്ടം കറയിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്തുണ്ടല്ലോ മച്ചന്മാരെ എല്ലാം കിടന്ന് കൂക്കുന്നുണ്ട്. അതിന്റെ വോയിസ് എപ്പോ കേൾപ്പിച്ചേരാം. ഈ നായ്ക്കൊക്കെ ഏറുകൊള്ളൂലേ അമ്മാതിരി ഒരു കരച്ചില്. പ്രത്യേകിച്ച് നമ്മുടെ മുള്ളൻ ചന്ദ്രപ്പൻ കിടന്നകട അമ്മറി കൈ കൊണ്ട് ഇങ്ങനെ തുഴയാണ്. എത്ര തുഴഞ്ഞിട്ടും തോണി പറയുന്നവർ മുന്നോട്ട് പോകുന്നില്ല, അവിടെ കിടന്ന് കരയും കൊണ്ടിരിക്കുക. അങ്ങനെ ഒരു വിധം ഇവരപ്പുറത്ത് ആ ഒരു വീട്ടിലേക്ക് എത്തിയ കേട്ടോ. ഇവര് പേടിച്ച് വിറച്ച് അതിന്റെ ഉള്ളിൽ ഇരിക്കുമ്പോൾ പെട്ടെന്നാണ് അങ്ങോട്ടേക്ക് പീമാക്ക് വരുന്നത്. ഇപ്പൊ പീമാക്ക് പറയണേ, എനിക്കറിയാം നാട്ടുകാരെ പോലെ തന്നെയാ നിങ്ങളും, അവള് പ്രേതാന്നാ നിങ്ങളും വിശ്വസിക്കുന്നത്. എന്റെ ഭാര്യ അങ്ങനെയൊന്നും അല്ലാന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ആ ആന്റി ഉണ്ടല്ലോ പ്രീക്ക്, അവളുടെ ബാറിലേക്ക് വിളിച്ചിട്ട് പോവാത്തതിന് ഓരോ അപവാദങ്ങൾ അവര് പറഞ്ഞു നടക്കുകയാണ് എന്റെ ഭാര്യയെ കുറിച്ച്. ഇനി നിങ്ങളോടൊന്നും യാതൊരു കമ്പനി ഇല്ലാന്ന് പറഞ്ഞിട്ട് അവിടുന്ന് ഇപ്പോൾ പീമാക്ക് നേരെ നാക്കിന്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് നാക്കിനോട് പറയാണ്, ഇനി ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ശരി, എനിക്ക് നിന്നെ വളരെ വിശ്വാസമാണ്. പിന്നീട് രണ്ടുപേരും അവിടുന്ന് കുറെ റൊമാൻറ്റിക് ആവുന്നുണ്ട് കേട്ടോ. പിറ്റേ ദിവസം നമ്മുടെ നാക്കിന് ഒരു മുഖംമൂടി ഇട്ട് കൊടുത്തുകൊണ്ട് പീമാക്ക് അവളെയും കൂടി നേരെ ഉത്സവത്തിന് പോവാണ്. രണ്ടുപേരും ഒരുപാട് എൻജോയ് ചെയ്യുന്നുണ്ട് അവിടുന്ന്. അവസാനം ഒരു ആകാശചക്രം ഉണ്ടല്ലോ, അതിലും കയറുകയാണ് കേട്ടോ. ആ നേരത്തെ നാക്ക് ചോദിക്കുന്നുണ്ട്, പീമാക്ക് ഞാനില്ലാതെ നിനക്ക് ജീവിക്കാൻ പറ്റുമോ? പീമാക്ക് പറയണു, ഒരു കാരണവശാലും പറ്റില്ല, നീ ഇല്ലാതെ എന്നെ കൊണ്ട് ജീവിക്കാൻ പറ്റില്ല. പിന്നീട് പീമാക്ക്
മറ്റൊരു കാര്യം ചോദിക്കുന്നുണ്ട്, ഞാനില്ലാതെ നിനക്ക് ജീവിക്കാൻ പറ്റുമോ നാക്കെ? ഇപ്പൊ നാക്കൊന്ന് ചിരിക്കുകയാണ് കേട്ടോ. ആ നേരം പീമാക്ക് പറയണ ഒരു കുഴപ്പമില്ല, ഞാൻ മരിച്ചു കഴിഞ്ഞാലും നിനക്ക് എളുപ്പം മറ്റൊരു ചെക്കനെ കിട്ടും. കാരണം എന്താണെന്നറിയോ, നിന്റെ ബേക്കിന് അല്പം വലുപ്പം കൂടുതലാണെന്ന്. ഇതൊന്നും എന്റെ ഡയലോഗ് അല്ല കേട്ടാ, ഇതൊക്കെ സിനിമാ ഡയലോഗുകളാണ്, ഞാൻ ജസ്റ്റ് പറയുന്നതേ ഉള്ളൂ. എന്തായാലും പീമാക്കിന്റെ ആ ഒരു സംസാരം എല്ലാം കേട്ടപ്പോൾ നാക്കിന് ചിരി വരികയാണ്. എന്തായാലും ഇതിനു ശേഷം രണ്ടുപേരും നേരെ കയറി ചെല്ലുന്നത് ഈ ഗോസ്റ്റ് ഹൗസ് പോലുള്ള ഒരു പരിപാടി ഉണ്ടാവുമല്ലോ, അങ്ങനത്തെ ഒന്നിന്റെ ഉള്ളിലേക്കാണ്. ഇത് കണ്ട് അവിടെ പതുങ്ങിയിരിക്കുകയാണ് കേട്ടോ നമ്മുടെ ചന്ദ്രപ്പനും മകുടിയും പച്ചയും മീശയൊക്കെ. അപ്പൊ ഇവന്മാരിങ്ങനെ പറയുന്നുണ്ട്, ഇത് എന്ത് പ്രേതാത്? പ്രേതത്തിനെ കണ്ട് പേടിക്കാൻ പോകുന്ന പ്രേതോ? ഇനി എന്തായാലും കുഴപ്പമില്ല, ഇവളുടെ പണി ഞാൻ ഇന്ന് തീർക്കും. മറ്റേ ഉസ്താദ് പൂജിച്ചു വന്ന അരിയുണ്ട്, അതുപോലെ തന്നെ പുഴുങ്ങിയ മുട്ടയുണ്ട്. ഇത് വെച്ച് നമ്മൾ ഇന്നൊരു പ്രയോഗം നടത്തും. ഇതേ നേരം തന്നെ നമ്മുടെ പീമാക്കും നാക്കും കൂടെ അതിന്റെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട് കേട്ടോ. പല ഭാഗത്തായിട്ട് പല രീതിയിലുള്ള പല ജാതി പ്രേതങ്ങളുണ്ട്. ഇതൊക്കെ കണ്ട് പീമാക്കിന് നന്നായിട്ട് പേടിയാവുന്നുണ്ട്. എന്നാൽ ഒരു കൂസലും ഇല്ലാതെ നമ്മുടെ നാക്ക് അങ്ങനെ നടന്നു പോവാണ്. ഒരു കുട്ടിച്ചാത്തിനും മുടി നീട്ടിയ ഒരു പ്രേതം ഇതൊക്കെയായിട്ട് കുറെ കളക്ഷൻ ഉണ്ട്. എന്തായാലും അതിലൊരുത്തൻ വന്നിട്ട് നമ്മുടെ പീമാക്കിനെ പേടിപ്പിക്കുകയാണ്. അവനാകെ പേടിച്ച് നാക്കിന്റെ പിന്നിൽ വന്ന് നിൽക്കുക. എന്നാൽ അപ്പൊ തന്നെ നാക്ക് അവനെ തിരിച്ചൊരു നോട്ടം നോക്കുന്നുണ്ട് കേട്ടാ. അതിൽ ആ പ്രേതത്തിന്റെ വേഷം കിട്ടി അവൻ തിരിഞ്ഞു നോക്കാതെ ഓടുകയാണ് അവിടുന്ന്. പിന്നീട് ഓരോ കാര്യങ്ങൾ കണ്ട് പീമാക്കും നാക്കും കൂടെ പതിയെ പതിയെ മുന്നോട്ടേക്ക് പോകുമ്പോൾ പീമാക്കിനെ പതിയെ പിറകിൽ നിന്നും ഇവന്മാര് പിടിക്കുകയാണ്. ആദ്യം തന്നെ വായിലേക്ക് ഒരു പഴംതുണി കുത്തിക്കയറ്റുന്നുണ്ട്. എന്നിട്ട് അവന്റെ കൈയും കാലും കെട്ടിയിട്ട് അവനുമായിട്ട് നേരെ ഈ ഗോസ്റ്റ് ഹൗസിന്റെ പുറത്തേക്ക് പോവുകയാണ്. എന്നാൽ പോകാൻ നോക്കുമ്പോൾ വാതിൽ ലോക്കായി, തുറക്കാൻ പറ്റുന്നില്ല. അതുപോലെ നാക്കിന് മനസ്സിലായി അവളുടെ കൂടെ ഇപ്പൊ പീമാക്ക് ഇല്ലാന്ന്. അതുകൊണ്ട് തന്നെ നാക്ക് അങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ 4 പേർക്കും എന്താ ചെയ്യേണ്ടതെന്ന് ഒരു പിടുത്തമില്ല. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് നാക്ക് എത്തുകയാണ് കേട്ടോ. നാക്ക് വന്ന് നോക്കുമ്പോൾ അവിടെ നേരത്തെ ഉണ്ടായിരുന്ന ആ ഒരു കുട്ടിച്ചാത്തന്മാരുണ്ടല്ലോ, അതിന്റെയൊക്കെ വേഷെടുത്ത് ഇവരിട്ടിരിക്കുകയാണ്. അതുപോലെ മുള്ളൻചന്ദ്രപ്പന്റെ കാലിന്റെ ചുവട്ടിലാണ് നമ്മുടെ പീമാക്ക് ഉള്ളത്. എങ്ങനെയൊക്കെയോ അവന്റെ വായും ചവിട്ടി പിടിച്ച് അങ്ങനെ നിൽക്കുകയാണ്. ഇവൻ ശബ്ദം ഉണ്ടാക്കിയാൽ പോയി തീർന്ന്. നമ്മുടെ മകുടി ഉണ്ടല്ലോ, അവനാണ് ആ ഒരു കുട്ടിച്ചാത്തിന്റെ ഡ്രസ്സ് ഇട്ട് ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മുടെ പച്ച ചോദിക്കുന്നുണ്ട്, ഇതൊക്കെ കണ്ട് അവള് വിശ്വസിക്കോടാ? വിശ്വസിക്കുമായിരിക്കും. എന്തായാലും നാക്ക് അവിടുന്ന് പതിയെ ഇപ്പൊ പോവാണ്. ഈ നേരത്ത് നമ്മുടെ പീമാക്കിനെ എടുത്തുകൊണ്ട് ഇവര് പതിയെ പുറത്തേക്ക് കടക്കാൻ നോക്കുക. ആ നേരത്തുണ്ട് തല കീഴായി കിടക്കുന്ന ഒരുത്തിന്റെ മുടിയിൽ പോയിട്ട് നമ്മുടെ ഈ ഒരു മുള്ളൻചന്ദ്രപ്പന്റെ മേല് തട്ടുന്നത്. അവൻ അപ്പൊ തന്നെ നിലവിളിക്കുകയാണ്. പക്ഷെ നോക്കുമ്പോ എന്താ, ഇവിടെയുള്ള ബാക്കിയുള്ള പ്രേതങ്ങളെ പോലെ വേഷം കെട്ടി തൂങ്ങി നിൽക്കുന്ന ഒരുത്തനായിരുന്നു അത്. എന്നാൽ അവൻ താഴേക്ക് വന്നിട്ട് ഇവന്മാരോട് ചോദിക്കുകയാണ്, അല്ല ആരാണ് നാക്കിന്റെ പോലെ വേഷം കെട്ടി അവിടെ നിൽക്കുന്നത്? അതായത് നാക്ക് ഒരു പ്രേതാണെന്നാണ് ഈ നാട്ടുകാർ മുഴുവൻ വിശ്വസിക്കുന്നത്. അപ്പൊ ഇവനിങ്ങനെ പറഞ്ഞ സമയത്ത് ഇവർ 4 പേരും പിറകിലേക്ക് തിരിഞ്ഞു നോക്കുകയാണ് കേട്ടോ. നോക്കിയ സമയത്ത് എന്താ കാണുന്നേ, ഇവരെ തന്നെ തുറിച്ച് നോക്കിക്കൊണ്ട് നിൽക്കുന്ന നാക്ക്. പിന്നെ ഒന്നും നോക്കിയില്ല, വാതിൽ തുറക്കാനൊന്നും നിന്നില്ല. 4 പേരും കൂടെ അവിടുത്തെ ചുമരും ചവിട്ടി പൊളിച്ച് ഓട്ടുകയാണ്. കൂട്ടത്തിൽ നമ്മുടെ പീമാക്കിനെയും തൂക്കിയെടുത്തിട്ടുണ്ട്. ഇതിലെടുത്ത് പറയണ്ടേ നമ്മുടെ മുള്ളൻചന്ദ്രപ്പൻ, ഇവന്റെ ഫേസ് എക്സ്പ്രഷൻ ഇത് കണ്ടാ മതി, ചിരിക്കാൻ വേറെ എവിടെയും പോണ്ട. എന്തായാലും പീമാക്കിനെ എടുത്തുകൊണ്ട് ഈ ഒരു കാടിന്റെ ഒരു ഭാഗത്തേക്ക് ഓടി വന്നില്ലേ. എന്തായാലും നാക്ക് പിറകിലില്ലാന്ന് മനസ്സിലായപ്പോ പീമാക്കിനെ അവിടെ ഇരുത്തുകയാണ്. ഇപ്പൊ പീമാക്ക് ചോദിക്കുകയാണ്, നിങ്ങൾക്കൊക്കെ എന്താ ഭ്രാന്തായോ? ഇപ്പൊ പച്ചയും മകുടിയും പറയുന്നുണ്ട്, പീമാക്കെ നമ്മൾ പറയുന്നതൊന്ന് വിശ്വസിക്കുക, നിന്റെ ഭാര്യ മരിച്ചുപോയി, അവളൊരു പ്രേതാണ്. എന്നാൽ പീമാക്ക് എന്ത് തന്നെ പറഞ്ഞിട്ട് വിശ്വസിക്കുന്നില്ല. നിങ്ങൾ എന്നോട് ഇനി മിണ്ടാൻ വരണ്ട, ഒരു കമ്പനിയും വേണ്ട, ഞാൻ എന്റെ വഴിക്ക് പോവാന്ന് പറഞ്ഞിട്ട് അവൻ നേരെ ആ കാട്ടിലേക്ക് പോവാണ്. പീമാക്ക് പോയി കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ മുള്ളൻചന്ദ്രപ്പൻ പറയുന്നത്, അല്ലടാ ഇവൻ ഒറ്റയ്ക്ക് വിട്ടാൽ ശരിയാവോ, നമുക്കൊന്ന് പോയി നോക്കണ്ടേ? പിന്നീട് പീമാക്കിനെ വിളിച്ചുകൊണ്ട് കാട്ടിന്റെ ഉള്ളിലേക്ക് ഇവര് പോവാന്ന്. പോകുന്ന വഴിയിൽ അവിടുത്തെ ഇലകളിൽ രക്തം കാണുന്നുണ്ട്. അപ്പൊ തന്നെ ഇവർക്ക് മനസ്സിലായി മാക്കി എന്തോ അപകടത്തിൽ പെട്ടു എന്ന്. പിന്നീട് കുറച്ച് മുന്നോട്ടേക്ക് പോയ സമയത്ത് നമ്മുടെ പീമാക്കിന്റെ നെഞ്ചിൽ വെടിയുണ്ടായിരുന്നല്ലോ, അതിൽ നിന്നും രക്തം വന്ന് ആ വേദന കൊണ്ട് അവനവിടെ നിന്ന് അത് തടവിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ടപാട് തന്നെ നമ്മുടെ മുള്ളൻചന്ദ്രപ്പനും അതുപോലെ മീശയും അങ്ങോട്ടേക്ക് ഓടിച്ചെന്ന് അവൻ ആശ്വസിപ്പിക്കുകയാണ്. എന്നാൽ മകുടിയും പച്ചയും അങ്ങോട്ടേക്ക് പോകുന്നില്ല. ഇപ്പൊ പച്ച പറയുന്നത്, ഡാ മകുടി, നീ ഒരു കാര്യം ശ്രദ്ധിച്ചോ, ഒരു വല്ലാത്ത ഇടിമിന്നലും ഒരു മഴക്കോളൊക്കെ നിനക്ക് ഇത് കണ്ടിട്ട് വല്ലതും തോന്നുന്നുണ്ടോ? അപ്പൊ മകുടി പറയണ, ആ ഇപ്രാവശ്യം മഴ നേരത്തെ വരും തോന്നുന്നു. അല്ലട മണ്ട, നീ ഈ പ്രേതങ്ങളൊക്കെ നമ്മുടെ അടുത്തേക്ക് വരുമ്പോൾ ഉള്ള ഒരു വൈബ്, ഒരു ഫീൽ നിനക്കില്ലേ? ഞാനൊന്ന് അപ്പിടാൻ പോയപ്പോ അവിടുത്തെ പറമ്പില് ഒരു കൈ കണ്ടെന്ന് പറഞ്ഞില്ലേ, ആ കൈയുടെ ഇടത്തെ കൈയിലാണ് മോതിരുണ്ടായിരുന്നത്. പക്ഷേ നമ്മുടെ നാക്കിന്റെ കയ്യില് വലത്തെ കൈയിലാണ് മോതിരുള്ളത്. അതിനർത്ഥം ഞാൻ അവിടെ കണ്ടത് നാക്കിന്റെ ബോഡിയല്ല, മാത്രല്ല അതൊരു വിവാഹ മോതിരമാണ്. ഇപ്പൊ മകുടി ചോദിക്കുകയാണ്, പച്ചേ നീ എന്താ പറഞ്ഞു വരുന്നത്? നമ്മുടെ നാക്കാണ് പ്രേതമെന്നാണോ? യെസ്, എനിക്ക് നല്ല സംശയമുണ്ട്. അവന്റെ ബോഡിയാണോ അവിടെ കിടക്കുന്നതെന്ന് എനിക്ക് നല്ല സംശയമുണ്ട്. നമുക്ക് എന്തായാലും ഒന്ന് ക്ലിയർ ചെയ്യാന്ന് പറഞ്ഞിട്ട് ഇവര് നേരെ പീമാക്കിന്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് അവന്റെ കയ്യിൽ ആ ഒരു കെട്ടഴിക്കുകയാണ്. നോക്കുമ്പോ എന്താ, കയ്യിൽ മോതിരൊന്നുമില്ല. ഹൗ ആശ്വാസായി, ഇവനല്ല ആ ഒരു പ്രേതം. അപ്പൊ എന്താ കാര്യം എന്ന് പീമാക്ക് ചോദിച്ചപ്പോ, അത് പിന്നെ നിന്റെ മോതിരം നിന്റെ കയ്യിലുണ്ടോ നോക്കിയതാ? ഇല്ലല്ലോ. അപ്പൊ പീമാക്ക് പറയണ, ആ ഉണ്ടല്ലോ, കയ്യിൽ മുറിവായ സമയത്ത് ഞാൻ അതെടുത്ത് കഴുത്തിൽ ഇട്ടു എന്ന് പറഞ്ഞിട്ട് മോതിരം കാണിച്ചപ്പോ തന്നെ പച്ചയുടെ കേളി പാറുകയാണ്. അതായത് ഇവൻ തന്നെയാണ് പ്രേതം, നാക്കല്ല പ്രേതം. മുസ്താദ് പൂജിച്ചു കൊടുത്ത ആ ഒരു അരി ഉണ്ടല്ലോ, അതെടുത്ത് നമ്മുടെ പീമാക്കിന്റെ നെഞ്ചത്തോട്ട് ഒരൊറ്റ ഏറ് എറിഞ്ഞ് ഇവരൊറ്റ പോക്കാണ്. എന്നാൽ അരി മേത്ത് വീണ സമയത്ത് പീമാക്ക് കിടന്ന് അലറാൻ തുടങ്ങുകയാണ്. ഒരു ഗോസ്റ്റിനെ പോലെ തന്നെ ഇവര് 4 പേരും അവിടെ ഓടി രക്ഷപ്പെട്ട് കുറെ ദൂരെ പോയിട്ട് പീമാക്കിനെ നോക്കിയ സമയത്ത് ഒരു വല്ലാത്ത രീതിയിൽ പീമാക്ക് ഇവരിങ്ങനെ നോക്കുകയാണ് കേട്ടാ. വീണ്ടും തുള്ളിക്കൊണ്ട് ഇവന്മാർ ഓടുകയാണ്. കുറെ ദൂരത്ത് എത്തിയതിനു ശേഷം നമ്മുടെ മുള്ളൻചന്ദ്രപ്പൻ പറയാണ്, അല്ല നാക്ക് പ്രേതല്ലാന്ന് മനസ്സിലായി, പീമാക്കാണെങ്കിൽ പ്രേതോ? അപ്പോ അവളെ ആ ഒരു പ്രേതത്തിന്റെ കൂടെ ജീവിക്കാൻ വരണോ? നമുക്ക് അവളെ രക്ഷപ്പെടുത്തിക്കൂടെ? അപ്പൊ തന്നെ പച്ച ചോദിക്കുന്നുണ്ട്, മൊഞ്ഞേ നൈസായിട്ട് ഗോൾ അടിക്കാൻ നോക്കുകയല്ലേ?
ആണല്ലേ. അതായത് വന്നപ്പം മുതൽ നമ്മുടെ ചന്ദ്രപ്പിന് നാക്കിന്റെ മേലൊരു കണ്ണുണ്ട്. ഇപ്പൊ അവള് പ്രേതല്ല എന്ന് പറഞ്ഞപ്പോ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചത് ലെവനാണ്. എന്തായാലും ആ കാര്യം അവിടെ നിൽക്കട്ടെ. ഇപ്പൊ നാക്കിന് എന്തായാലും രക്ഷപ്പെടുത്തണം. ഇവർ 4 പേര് നേരെ നാക്കിന്റെ അടുത്തേക്ക് ചെന്നിട്ട് പറയണേ, ഇങ്ങോട്ടേക്ക് കുറെ പട്ടാളക്കാർ വരുന്നുണ്ട്, പീമാക്ക് നിന്നെയും കൂട്ടി ഇവിടുന്ന് പോകാൻ പറഞ്ഞു, അവൻ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് എന്ന് പറയണം. ഇവന്മാര് പറഞ്ഞതും വിശ്വസിച്ച് നമ്മുടെ നാക്ക് കുഞ്ഞിനെ എടുത്തുകൊണ്ട് തോണിയിലേക്ക് കയറിയിട്ട് ഇവരങ്ങനെ തുഴഞ്ഞു പോവാണ്. അങ്ങനെ പോകുന്ന സമയത്ത് തോണിയിൽ ഇച്ചിരി വെയിറ്റ് കൂടി, തോണി മുങ്ങിക്കൊണ്ടിരിക്കുകയാണ്, വെള്ളം കയറുന്നുണ്ട്. ഇവന്മാരൊക്കെ നീന്താനും അറിയില്ല, പേടിത്തൊണ്ടന്മാരുമാണ്. എല്ലാം കൂടി ആ കിടന്ന് നിലവിളിച്ച് ആവശ്യമില്ലാത്ത എല്ലാ സാധനം എടുത്ത് പുറത്തേക്ക് എറിയാണ്. ഇതിനിടയിൽ നമ്മുടെ ചന്ദ്രപ്പൻ നാക്കിനോട് ചോദിക്കുകയാണ്, നിന്റെ കുഞ്ഞിന് ആവശ്യമുണ്ടോ? അവനൊന്ന് താഴേക്ക് ഇടുകയാണെങ്കിൽ വെയിറ്റ് കുറച്ച് കുറഞ്ഞിട്ടായിരുന്നു. അപ്പൊ നാക്കൊരു നോട്ടം നോക്കുകയാണ്. അപ്പൊ ചന്ദ്രപ്പൻ പറയണ, ഓക്കെ കുഴപ്പമില്ല, അവന് നിനക്ക് ആവശ്യം ഉണ്ടാവുമല്ലേ. ഇതിനിടയിൽ നമ്മുടെ പച്ച വേറൊരു പരിപാടി കാണിക്കുകയാണ്. അതായത് പങ്കായം മുഴുവനാവും മേടിക്കുകയാണ്. എന്നിട്ട് ആ പങ്കായം കൂടെ എറിഞ്ഞു കളയാണ് കേട്ടോ. ഇതേ നേരം നമ്മുടെ മുള്ളൻ ചന്ദ്രപ്പൻ ചോദിക്കുകയാണ്, ആഹാ നല്ല ബുദ്ധി, ഇനി ഈ പുഴയുടെ നടുവിൽ വെച്ച് എങ്ങനെയാടാ മണ്ട നമ്മൾ തുഴഞ്ഞ് അക്കരേക്ക് പോവുക? ആ അത് ശരിയാണല്ലോ, ഇനിയിപ്പൊ എങ്ങനെയാ നമ്മൾ പോവുക? എനിക്ക് തിരിയാത്തത് ഇവന്മാരൊക്കെ എങ്ങനെയാ പട്ടാളത്തിൽ പോയതെന്നാ. ഇത്രയും ബുദ്ധിയില്ലാത്തവരൊക്കെ പട്ടാളത്തിൽ എടുക്കുവോ? ഈ സമയത്താണ് ഇവന്മാര് മറ്റൊരു കാര്യം കാണുന്നത്. അതായത് പുഴയുടെ വക്കിൽ നിൽക്കുന്ന നമ്മുടെ പീമാക്കിനെ ഒരു വല്ലാത്ത നോട്ടവും നോക്കിയിട്ട് ഇവൻ പതിയെ വെള്ളത്തിലേക്ക് അങ്ങനെ ഇറങ്ങി വരികയാണ് കേട്ടോ. അവൻ വരുന്നത് കണ്ടപ്പോ തന്നെ ലവന്മാരുടെ കിളി പോകാൻ തുടങ്ങുകയാണ്, അലറി കരയാൻ തുടങ്ങുകയാണ്. അത് പിന്നെ അങ്ങനെയാണല്ലോ, കരച്ചിലാണ് മുഖ്യം പികിലേ. അവനിങ്ങനെ അടുത്തേക്ക് വരുന്ന സമയത്ത് ഇവന്മാര് പറയുന്നുണ്ട്, നീ പ്രേതാണ്, വിട്ടുപോ, പോ, അവളെ ജീവിക്കാൻ സമ്മതിക്കുന്നു. ഇപ്പൊ ഇത് കേട്ട് ഞാക്കാകെ ഞെട്ടിപ്പോണ്, നിങ്ങൾ എന്തീ പറയുന്നത്? അവൻ മരിച്ചുപോയെന്നോ? അപ്പൊ ചന്ദ്രപ്പൻ പറയണ, അതെ, യുദ്ധത്തിൽ അവൻ മരിച്ചുപോയി. അവൻ മരിച്ചു എന്ന് അവന് പോലും അറിയില്ല. നമുക്ക് എങ്ങനെയെങ്കിലും ഇവിടുന്ന് രക്ഷപ്പെടണം വേണ്ടി ഇവന്മാര് കൈവച്ച് തുഴയാണ്. തോണിയുണ്ടോ അനങ്ങുന്നില്ല. ഇതിനിടയിൽ ഇവരുടെ അടുത്തേക്ക് വന്ന നമ്മുടെ പീമാക്ക് വെള്ളത്തിൽ മുങ്ങിപ്പോവാണ് കേട്ടോ. പിന്നീട് നേരെ വന്ന് പൊന്തുന്നത് ഇവരുടെ തോണിയുടെ അടുത്താണ്. ഇവനാണെങ്കിൽ നീന്താനും അറിയില്ല, വെള്ളത്തിൽ മുങ്ങി താണുകൊണ്ടിരിക്കുക. ഈ സമയത്ത് നാക്ക് കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്, അവൻ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടുത്തുന്നു. എന്നാൽ ഇവന്മാര് പറയുന്നത് അവൻ മനുഷ്യനല്ല, പ്രേതാണെന്നാ. എന്നാൽ കുറെ നേരം ഇവനിങ്ങനെ വെള്ളത്തിൽ മുങ്ങി താഴ്ന്നു കണ്ടപ്പോ നമ്മുടെ ചന്ദ്രപ്പൻ പറയണേ, എടാ നമുക്കൊരു തെറ്റ് പറ്റി തോന്നുന്നു, ഇവൻ പ്രേതാണെങ്കിൽ വെള്ളത്തിൽ ഇങ്ങനെ മുങ്ങി താവില്ലല്ലോ, രക്ഷപ്പെടുത്തടാ ചെക്കനെ പറഞ്ഞിട്ട് അവനെ തോണിയിലേക്ക് വലിച്ചു കയറ്റുകയാണ്. എന്നാൽ തോണിയിലേക്ക് കയറിയ സമയത്ത് ഇവർക്ക് വീണ്ടും ഒരു സംശയം. അതായത് പീമാക്കും പ്രേതല്ല, നാക്കും പ്രേതല്ല. അങ്ങനെയാണെങ്കിൽ ശരിക്കും പ്രേതാരാ? ഞാൻ ആ പറമ്പിൽ കണ്ട ശവശരീരം അത് ആരുടേതായിരിക്കും? ഇങ്ങനെ ഓരോരുത്തരെയും ഫേസ് കാണിക്കുന്നുണ്ട്. ഇതിനിടയിൽ നമ്മുടെ മീശയുടെ കയ്യിൽ നിന്നും ഒരു മോതിരം താഴേക്ക് വീഴുകയാണ്. കറക്റ്റ് ആ ശവത്തിന്റെ കയ്യിൽ ഉണ്ടായതുപോലുള്ള ചുവന്ന കല്ലുള്ള മോതിരം. ഇത് കണ്ടപ്പോ തന്നെ പച്ച പറയാണ്, പ്രേതം മറ്റാരുമല്ല, ഇവനാണ്, ലവനാണ്, മീശയാണ്. അവനും ചവിട്ടി താഴിടുകയാണ്. ആ ചെറുക്കന് നീന്താൻ അറിയില്ല, അവനിങ്ങനെ മുങ്ങി താന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിൽ നമ്മുടെ മകുടിയുടെ കയ്യിൽ വന്ന് പിടിക്കുന്നുണ്ട്. മകുടി പറയണേ, ഞാനല്ല, ദാ ലവനാണ്, പച്ചയാണ് ചവിട്ടിയത്, അവനെ കയറി പിടിയടാന്ന്. എന്നാലും എങ്ങനെയൊക്കെയോ നമ്മുടെ മകുടി അവന്റെ കൈ തള്ളി താഴിടുകയാണ്. ഈ സമയത്താണ് വേറൊരു കാര്യം നടക്കുന്നത്. ലവന്മാര് കുറെ നേരമായിട്ട് കൈ വെച്ചിതിങ്ങനെ തുഴയാൻ നോക്കുന്നുണ്ടല്ലോ, തോണി മുന്നോട്ടേക്ക് പോകുന്നില്ല. ആ സമയത്ത് നാക്ക് ഒരു പങ്കായ എടുത്ത് ഇവർക്ക് കൊടുക്കുന്നുണ്ട്. നമ്മുടെ പച്ച വേഗം പങ്കായ മേടിച്ച് തുഴയാൻ നിൽക്കുമ്പോൾ പെട്ടെന്ന് കത്തുകയാണ്. ഈ പങ്കായ എങ്ങനെ ഇവളുടെ കയ്യിലെത്തി? അതായത് കുറച്ച് അകലെയുള്ള ഈ സാധനം എങ്ങനെ അവളുടെ കയ്യിലെത്തി? വീണ്ടും നമ്മുടെ പച്ചയ്ക്ക് സംശയം തോന്നുകയാണ്. അവൻ നേരെ കുമ്പിട്ട് നിന്ന് കാലിന്റെ ഇടയിലൂടെ നോക്കുകയാണ്. ബാക്കിയുള്ളവന്മാരോട് തല മാറ്റാനും പറയുന്നുണ്ട്. എന്ന് ഒരുത്തൻ ഇടത്തോട്ട് തല ഇരിക്കുമ്പോൾ ഒരുത്തൻ നടുക്കിൽ തല വെക്കും. അപ്പൊ മറ്റവനോട് തല തിരിക്കാൻ പറയുമ്പോൾ നേരത്തെ ഇടത്തോട്ട് തിരിഞ്ഞവൻ നേരെ നടുക്കിൽ വന്ന് വെക്കും. ആകെ കൂടി നമ്മുടെ പച്ചക്ക് ഭ്രാന്ത് പിടിച്ച് അവനൊരു പാട്ട് പാടുകയാണ്. പാട്ട് പാടുമ്പോൾ ഡാൻസ് കളിക്കണമല്ലോ. ആ ഡാൻസിന്റെ ഒരു സ്റ്റെപ്പിൽ എല്ലാവരും കൂടെ തല 2 വശത്തേക്ക് ചെരിക്കുന്ന ഒരു ഭാഗം വന്ന സമയത്ത് നമ്മുടെ പച്ച അത് നേരിട്ട് കാണുകയാണ് അവന്റെ കാലിന്റെ ഇടയിലൂടെ. യെസ്, പീമാക്ക്, അവന്റെ ഭാര്യ നാക്ക്, അവള് തന്നെയാണ് പ്രേതം. കരഞ്ഞുകൊണ്ട് തന്നെ നമ്മുടെ പച്ച ഈ കാര്യം പറയുന്നതിന് മുന്നേ ബാക്കിയുള്ളവർക്കും അത് മനസ്സിലായി. എങ്ങനെയെന്നല്ലേ? നാക്കിന്റെ കൈ നീണ്ടു വന്ന് മുന്നിലിരിക്കുന്ന നമ്മുടെ പീമാക്കിന്റെ ഷോൾഡറിൽ വെക്കുകയാണ്. ഇത് കണ്ട് എല്ലാവരും വെള്ളത്തിലേക്ക് എടുത്ത് ചാടി. നമ്മുടെ മുള്ളൻ ചന്ദ്രപ്പന്റെ കാര്യമാണ് ഏറ്റവും വിറ്റ്. നീന്താനൊക്കെ അറിയാം, പക്ഷേ വെള്ളം പേടിയാണ്. ഇവൻ ഒരു നീന്തലങ്ങ് നീന്തുകയാണ്. അങ്ങോട്ട് കരയിലെത്തി നോക്കുമ്പോൾ മുള്ളൻ ചന്ദ്രപ്പനുണ്ട്, പച്ചയുണ്ട്, അതുപോലെ തന്നെ പീമാക്കും ഉണ്ട്. ഒരുത്തൻ ഇപ്പോഴും ആ ഒരു തോണിയിലിരിക്കുക പ്രേതത്തിന്റെ കൂടെ. ആരാ? നമ്മുടെ മകുടി തന്നെ. ആശാന് വെള്ളത്തിലേക്ക് കാൽമുട്ടിന്റെ അത്ര വെള്ളം കയറിയാ മുങ്ങിത്താഴുന്ന ആളാ. അവൻ കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്, എടാ എനിക്ക് നീന്താൻ അറിയില്ലടാ, വന്ന് രക്ഷപ്പെടുത്തടാ എന്ന് ഇവന്മാരിങ്ങനെ പറയുന്നുണ്ട്. എടാ എങ്ങനെയെങ്കിലും എടുത്ത് ചാട്, എങ്ങനെയെങ്കിലും ഇങ്ങോട്ട് നീന്തി വാ. ഇതിനിടയിൽ നമ്മുടെ നാക്ക് പതിയെ അവന്റെ പിന്നിലേക്ക് വരികയാണ്. അപ്പൊ തന്നെ മകുടി ഇങ്ങനെ വിറക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഒന്നും നോക്കിയില്ല, നാക്ക് അവന്റെ തല പിടിച്ച് വെള്ളത്തിലേക്ക് ഒറ്റ ഏറാണ്. ജീവിതത്തിൽ ഇതുവരെയായിട്ട് നീന്താത്ത മകുടി മറ്റേ വാൽമാക്രിയുടെ മൂട്ടിൽ അടി കൊണ്ടതുപോലെ പാഞ്ഞു പോവുകയാണ്. അവസാനം കരയിലെത്തി. ഇവനിപ്പോ എല്ലാവരും അത്ഭുതത്തിൽ നോക്കുകയാണ്. എടാ നിനക്കാരാടാ നീന്താൻ അറിയില്ല എന്ന് പറഞ്ഞേ, വാ നമുക്ക് ഇവിടുന്ന് ഇപ്പൊ തന്നെ പോകാന്ന് പറഞ്ഞിട്ട് ഇവര് 3 പേരും പോകാൻ നോക്കുമ്പോ പീമാക്ക് പറയണേ, ഇല്ല അവളില്ലാതെ ഞാൻ വരില്ലാന്ന്. ഇപ്പൊ ഇവന്മാര് ചോദിക്കാണ്, നിനക്ക് ഭ്രാന്താടാ, ഭ്രാന്ത്? നിന്റെ ഭാര്യ അതാ അവളാ തോണിയിലിരിക്കുന്നത്, അതൊരു പ്രേതാടാ. എന്തൊക്കെ പറഞ്ഞാലും പീമാക്ക് വരില്ല എന്ന് പറയാല്. അവസാനം നമ്മുടെ മുള്ളൻ ചന്ദ്രപ്പൻ ഒരു തേങ്ങ എടുത്ത് പീമാക്കിന്റെ മണ്ടക്കെട്ടും കൊടുത്ത്
അവന് ബോധം കെടുത്തിയാണ് അവിടെ നിന്ന് എടുത്തുകൊണ്ടുവന്നത്. നേരെ പോകുന്നത് ഇവർക്ക് ഈ അരിയെല്ലാം മന്ത്രിച്ചു കൊടുത്ത ഉസ്താദ് ഉണ്ടല്ലോ, സോറി ഉസ്താദല്ല, മറ്റേ ബുദ്ധ സന്യാസിയാണ്, മൂപ്പരുടെ അടുത്തേക്കാണ്. മൂപ്പരുടെ ആശ്രമത്തിൽ ചെന്ന് അതിന്റെ നടുവിൽ പോയി ചുറ്റും നൂലൊക്കെ കെട്ടിയ ഒരു സ്ഥലത്തിലായിരിക്കുന്നത്. സ്വാമി എങ്ങനെയെങ്കിലും ഞങ്ങളെ രക്ഷപ്പെടുത്തുന്നത് അലറി കരഞ്ഞുകൊണ്ട് നമ്മുടെ മുള്ളൻചന്ദ്രപ്പൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പൊ സ്വാമി പറയണ പേടിക്കേണ്ട, ഈ നൂലിന്റെ കെട്ടുണ്ടല്ലോ ഇതിന്റെ ഉള്ളിൽ നിങ്ങൾ സുരക്ഷിതരാണ്, യാതൊന്നും കൊണ്ടും നിങ്ങൾ പേടിക്കേണ്ടെന്ന് പറയണം. ആ നേരത്ത് നന്നായിട്ട് മഴ പെയ്യുന്നുണ്ട്, ഇട്ടി പൊട്ടുന്നുണ്ട്. ഇപ്പൊ മുകളിൽ നിന്നും വെള്ളത്തിന്റെ തുള്ളികൾ പതിയെ പതിയെ താഴെ കിട്ടുകയാണ്. അത് നോക്കിയ സന്യാസി പറയാണ്, പഴയതുപോലെ പിരിവൊന്നും കിട്ടുന്നില്ല മോനെ, നന്നാക്കാൻ പറ്റുന്നില്ല. ഇപ്പൊ ചന്ദ്രപ്പൻ പറയാണ്, എന്റെ സന്യാസി നിങ്ങൾ ഈ കാര്യം പറയാതെ ഞങ്ങളെ രക്ഷപ്പെടുത്താനുള്ള എന്തെങ്കിലും കാര്യം നോക്ക്, എനിക്ക് ഇപ്പം തന്നെ പേടിച്ച് മൂത്രം വരാനായി. ഇതിനിടയിലാണ് ടപ്പേന്ന് പറഞ്ഞിട്ട് ആശ്രമത്തിന്റെ വാതിലങ്ങ് തുറക്കുന്നത്. അപ്പൊ തന്നെ ചന്ദ്രപ്പൻ പറയാണ്, സ്വാമി എന്റെ മൂത്രം പോയി. വെറുതെ അല്ല ഒരു നാറ്റം, എന്നാലും നിങ്ങൾ പേടിക്കണ്ട മക്കളെ, എന്റെ ആ ഒരു മാന്ത്രിക ശാലയില്ലേ അതിങ്ങോട്ട് എടുക്കുന്നു പറയണം. ഇതേ നേരം തന്നെ ബോധം പോയി കിടക്കുന്ന നമ്മുടെ പീമാക്കിന്റെ ബോധം വരികയാണ് കേട്ടോ. അവൻ നോക്കുമ്പോൾ പ്രേതമായി നിൽക്കുന്ന നാക്കിനെയാ കാണുന്നത്. ഇവനാണെങ്കിൽ ആ ഒരു മാന്ത്രിക വെള്ളം എടുത്ത് നാക്കിന്റെ നേരെ കൊടയാണ്. അത് മേത്തേക്ക് തട്ടുമ്പോൾ അവൾക്ക് വല്ലാത്ത വേദനയും ബുദ്ധിമുട്ടൊക്കെ. ഇത് നിർത്തുന്ന് പറഞ്ഞിട്ട് പീമാക്ക് ഉന്തും തള്ളും ആക്കാണ്. ഇതിനിടയിൽ ഈ മാന്ത്രിക വെള്ളം മറഞ്ഞു പോവാണ്. അപ്പൊ സന്യാസി പറയാണ്, കുഴപ്പമൊന്നുമില്ല, ആ മാന്ത്രിക അരിയില്ല അതിങ്ങോട്ട് എടുക്കുന്നു പറയാണ്. എന്നാൽ ആ സമയത്താണ് മകുടി ഒരു കാര്യം ചെയ്യുന്നത്. ഇവന്റെ കയ്യിൽ എപ്പോ അരി കിട്ടിയാലും അപ്പ പക്ഷികൾ കിട്ടുകൊടുക്കും. അവിടെ ഉണ്ടായിരുന്ന 2 പക്ഷികൾക്ക് ആ അരി ഇങ്ങനെ ഇട്ടുകൊടുത്തോണ്ടിരിക്കുക. കള്ളപ്പന്നി അതും കളഞ്ഞ്. ഇപ്പൊ സന്യാസി പറയണം, നിങ്ങൾ ആരും പേടിക്കേണ്ട, നമ്മൾ ഈ നൂലിന്റെ ഉള്ളിൽ നിൽക്കുന്നിടത്തോളം കാലം നമ്മൾ സേഫ് ആണ്. ഇതിനിടയിൽ പേടിച്ച് വിറച്ച നമ്മുടെ ചന്ദ്രപ്പനും മകുടിയും പച്ചയും കൂടെ എന്തെല്ലോ കാണിച്ചു കൂട്ടാണ്. ഇതിനിടയിൽ എന്താ സംഭവിച്ചതെന്ന് അറിയോ? ചന്ദ്രപ്പന്റെ കാല് പോയിട്ട് സന്യാസിയുടെ മേത്ത് ഒരു ഏറ്റ ചവിട്ടാണ്. സന്യാസിയാണെങ്കിൽ ഈ നൂലും പൊട്ടിച്ച് നേരെ ചെന്ന് വീഴുന്നത് നമ്മുടെ ഞാക്കിന്റെ കാലിന്റെ ചോട്ടിലും. പുരുഷു എന്നെ അനുഗ്രഹിക്കണം. സന്യാസി ഇപ്പോ നമ്മുടെ നാക്കിനെ നോക്കി അങ്ങനെ നിൽക്കുകയാണ്. പണി പാളി. അടുത്ത നിമിഷം തന്നെ ഉള്ള വിളക്ക് മുഴുവൻ അണഞ്ഞു പോവാണ്. ഈ ഇരുട്ടത്ത് എങ്ങോട്ട് ഓടണമെന്ന് 4 പേർക്ക് ഒരന്തവും കിട്ടുന്നില്ല. പെട്ടെന്നാണ് മെഴുകുതിരികൾ മുഴുവനായിട്ടും കത്തുന്നത്. ഈ നേരത്ത് നമ്മുടെ സ്വാമി വാതിലിന്റെ അരികിൽ തന്നെ നിൽക്കുകയാണ്. പിള്ളേരെ അപ്പൊ പിന്നെ കാണാട്ടാ, സ്വാമിജിക്ക് ഒരു ജപം ഉണ്ട്, ആ ജപം കഴിഞ്ഞ് ഇപ്പൊ വരാം, ജീവൻ ഉണ്ടെങ്കിൽ കാണാന്ന് പറഞ്ഞിട്ട് സ്വാമി വാതിലും തുറന്നു ഓടുകയാണ്. അതുപോലെ ഇവരുടെ 4 പേരുടെ കാര്യം നോക്കുകയാണെങ്കിൽ അവിടെ കെട്ടിവെച്ച ആ നൂലുണ്ടല്ലോ അതിന്റെ പുറത്തേക്ക് ഇവന്മാര് വന്നിട്ടില്ല, ഉള്ളിൽ സേഫ് ആണ്. പക്ഷെ പ്രശ്നം എന്താന്ന് വെച്ചാല് അത് മുഴുവൻ ഇവരുടെ മേത്ത് അങ്ങനെ കുരിയും കെടുക്കുകയാണ്. ഒരുത്തൻ മുന്നോട്ട് ഓടുമ്പോൾ ഒരുത്തൻ ബേക്കിലേക്ക് ഓടും, അപ്പൊ മറ്റവൻ ഇടത്തോട്ട് ഓടും, അപ്പൊ മറ്റവനോ വലത്തോട്ട് ഓടും. സബാഷ്. ഈ സമയത്ത് നമ്മുടെ നാക്ക് പീമാക്കിനെയും വിളിച്ച് അവന്റെ അടുത്തേക്ക് വരികയാണ്. ഇത് കണ്ട് ഇവർക്ക് നിൽക്കാൻ പറ്റുമോ? മുള്ളൻചന്ദ്രപ്പൻ ഇപ്പൊ ഇവന്മാരെയും വലിച്ചുകൊണ്ട് നേരെ അപ്പുറത്തുണ്ടായിരുന്ന വാതിൽ പോയി തുറക്കുമ്പോൾ ദാണ്ടെ തൊട്ട് മുന്നിൽ നമ്മുടെ മീശ ഒരു വല്ലാത്ത നോട്ടവും നോക്കി ഇവർ നിൽക്കുകയാണ്. മീശയും പ്രേതാണല്ലോ. പിന്നെ ഒന്നും നോക്കില്ല, ഇവന്മാരെല്ലാം കൂടെ എടുത്ത് അവന്റെ മേത്തേക്ക് അങ്ങ് ചാടി കിടക്കാൻ, അവൻ എഴുന്നേൽക്കാതിരിക്കാൻ. ഈ ചാട്ടത്തില് നമ്മുടെ മുള്ളൻചന്ദ്രപ്പന്റെ മുഖം പോയിട്ട് മീശയുടെ ചുണ്ടിലാണ് നിൽക്കുന്നത് കേട്ടോ. ഒരു ലിപ്ലോക്ക് അടിക്കുകയാണ് 2 പേരും കൂടെ. ഇതിനിടയിൽ ശ്വാസം കെട്ട് പെടഞ്ഞുകൊണ്ടിരിക്കുന്ന നമ്മുടെ മീശ പറയണ, എടാ എന്റെ മേത്ത് നിന്ന് എഴുന്നേക്കടാ, ശ്വാസം മുട്ടുന്നു. അപ്പൊ നീ പ്രേതല്ലേ, പ്രേതങ്ങൾക്ക് ശ്വാസം മുട്ടുവോ? പ്രേതം എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട, മാറട കാട്ടവരാതി എന്ന് പറയാണ്. അവനെ തള്ളി മാറ്റുകയാണ്. ഇപ്പൊ ഇവര് ചോദിക്കണം, അപ്പൊ നിന്റെ കയ്യിൽ കണ്ട ഒരു മോതിരം അതെങ്ങനെ നിന്റെ കയ്യിൽ വന്നത്? അത് പിന്നെ ഞാൻ ചെറിയൊരു പരിപാടി ഒപ്പിച്ചു, എനിക്ക് കുറച്ച് കാശിന്റെ ആവശ്യം ഉണ്ടായിരുന്നു. പറമ്പിൽ ഒരു ശവമുണ്ട്, ആ ശവത്തിന്റെ കയ്യിൽ ഇതുപോലെ ഒരു മോതിരം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ ആരും അറിയാതെ രാത്രി പോയിട്ട് ഞാൻ മോഷ്ടിച്ചതായിരുന്നു അത്, അല്ലാതെ ഞാൻ പ്രേതൊന്നും അല്ലടേ. ഇവരെന്തായാലും ഈ വർത്താനത്തിലായ സമയത്ത് നമ്മുടെ പച്ചൊരു കാര്യം പറയുന്നുണ്ട്, മച്ചന്മാരെ ഇവിടെ ഇങ്ങനെ തമാശ പറഞ്ഞ് നിന്നാ മതിയോ, നമ്മുടെ കൂടെ ഇപ്പോഴും അവൾ ഉണ്ടെന്ന് പറയണ്. എവള് നാക്ക് തന്നെ തിരിഞ്ഞു നോക്കുമ്പോൾ താണ്ട് അവള് നിൽക്കുന്നത്. വീണ്ടും സ്ഥിരം പരിപാടി, അലറി കരഞ്ഞുകൊണ്ടിരിക്കുക. ഓടി രക്ഷപ്പെടാൻ വേണ്ടി എല്ലാ വാതിലും തുറക്കാൻ നോക്കുന്നുണ്ട്, എന്നാൽ ഒന്നും തുറക്കുന്നില്ല. ഈ സമയത്ത് കരഞ്ഞ് നിലവിളിച്ച് ദയനീയമായിട്ട് തന്നെ നമ്മുടെ പച്ച പറയണ്, നാക്കേ നീ പ്രേതാണ്, നീ നിന്റെ ലോകത്തേക്ക് പോ, നമ്മുടെ അടുത്തേക്ക് വരല്ലേ, ഞങ്ങളെ ബുദ്ധിമുട്ടിക്കല്ലേ എന്ന് പറയുമ്പോൾ നാക്കിനാകെ ദേഷ്യം വരികയാണ്. അവൾ അവിടുന്ന് ഉറക്കൻ അലറി കരയാണ്, എന്നോട് കളിക്കാൻ നിൽക്കരുത്, എന്നെ പരീക്ഷിക്കാൻ നിൽക്കരുത് നിങ്ങൾ. എന്തായാലും ഇവരുടെ ഒരു കളി കണ്ട് നമ്മുടെ നാക്കിന്റെ ഉള്ളിൽ കോപം കനലായി എരിയത്. പെട്ടെന്ന് അവളെ കാണാതാവുകയാണ്. ഇവര് ചുറ്റും നോക്കുന്നുണ്ട്, എവിടെയും കാണാനില്ല. ഈ നേരത്ത് മുള്ളൻചന്ദ്രപ്പൻ നോക്കുമ്പോൾ അവന്റെ തലയിൽ വെള്ളം ഉറ്റുകയാണ് കേട്ടോ. നേരെ മുകളിലേക്ക് നോക്കുമ്പോൾ തലകീഴായി നിൽക്കുകയാണ് അവള്. അവിടുന്ന് പേടിച്ചോടിയ നമ്മുടെ ചന്ദ്രപ്പൻ പറയാണ്, നീ ഞങ്ങളെ പേടിപ്പിക്കാനാണ് ഉദ്ദേശമെങ്കിൽ നീ വെറുതെ വന്നാ മതി, സ്പൈഡർമാനെ പോലെ ഇതുപോലെ തലകീഴായി തൂങ്ങി വരേണ്ട ഒരാവശ്യമില്ല, ഇപ്പൊ തന്നെ ഞങ്ങൾ പേടിച്ച് തൂറി വരികയിരിക്കുകയാണ്. ഇപ്പൊ ഭയങ്കര ദേഷ്യം വന്ന നാക്ക് പറയാണ്, നിങ്ങൾ എന്തിനാണ് എന്റെയും പീമാക്കിന്റെ ഇടയിലേക്ക് വരുന്നത്? ഞങ്ങളുടെ സന്തോഷവും സമാധാനം എന്തിനാ നിങ്ങൾ ഇല്ലാതാക്കുന്നത്? അപ്പൊ തന്നെ മുഖത്തടിച്ചതുപോലെ നമ്മുടെ പച്ച പറയുന്നുണ്ട്, കാരണം നീ ഒരു പ്രേതാണ്, ഒരു മനുഷ്യന്റെ കൂടെ ജീവിക്കാൻ നിനക്ക് കഴിയില്ല. ഇപ്പൊ വളരെ ദയനീയമായിട്ട് തന്നെ നാക്ക് പറയാണ്, നിങ്ങൾ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത്? അവന്റെ കൂടെ ജീവിക്കാൻ മാത്രമേ ഞാൻ ആഗ്രഹിച്ചുള്ളൂ. ഇപ്പൊ പച്ച മറ്റൊരു കാര്യം പറയാണ്, ഇത് സ്നേഹമല്ല, ഇത് സ്വാർത്ഥതയാണ്. നീ കാരണം അവന് ബാക്കിയുള്ള ആരുടെ അടുത്തേക്കും പോകാൻ കഴിയുന്നില്ല, നീ ഭയങ്കര സ്വാർത്ഥത കാണിക്കുകയാണ്, നീ നിന്റെ ലോകത്തേക്ക് തിരിച്ചു പോകണമെന്ന് പറയാണ്. ഈ സമയത്ത് പ്രേതമായി നിൽക്കുന്ന നാക്ക് വിതുമ്പി വിതുമ്പി കരഞ്ഞുകൊണ്ടിരിക്കുക. പിന്നീട് അവളൊരു കാര്യം പറയാണ്, ഈ ലോകത്തിൽ അവന്റെ കൂടെ എനിക്ക് ജീവിക്കാൻ പറ്റില്ലെങ്കിൽ എന്റെ ലോകത്തേക്ക് അവൻ വരട്ടെ എന്ന് പറയാണ്. അതായത് നാക്ക് ഇവിടെ വെച്ച് പീമാക്കിനെ കൊല്ലാൻ വേണ്ടി പോണ്. ഇത് കേട്ട പാട് ബാക്കിയുള്ള 4 പേര് ഓടുകയാണ്. നമ്മുടെ പീമാക്കാണെങ്കിലോ ഒരടി പോലും അനങ്ങാതെ അവിടെ നിൽക്കുന്നുണ്ട്. അവളുടെ കൈ അവന് നേരെ വരികയാണ്. എല്ലാവരും വിചാരിച്ചു അവൻ അവിടുന്ന് പേടിച്ച് ഓടുന്നു, കാരണം പ്രേതെന്ന് പറഞ്ഞാലേ അവന് പേടിയാണ്. പക്ഷേ ഉണ്ടല്ലോ അവരെല്ലാം
എല്ലാം അമ്പരിപ്പിച്ചുകൊണ്ട് നേരെ മുന്നിലേക്ക് പീമാക്ക് നടക്കുകയാണ്. അവളുടെ ലോകത്തില് അവൾ എന്നെ കൊണ്ടുപോവാണെങ്കിൽ അവളുടെ കൂടെ ഞാൻ പോകും. അവന്റെ ഭയത്തെ അവിടെ വെച്ച് തോൽപ്പിച്ചത് അവന്റെ പ്രണയമായിരുന്നു. കാരണം പീമാക്ക് അവളെ അത്രത്തോളം സ്നേഹിക്കുന്നുണ്ട്. മാത്രല്ല അവൻ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവളെ നഷ്ടമായല്ലോ, ആ സത്യം മനസ്സിലാക്കിയല്ലോ. ഇപ്പൊ അവന്റെ ആ ഒരു കണ്ണുനീര് തുടച്ചുകൊണ്ട് തന്നെ നാക്ക് പറയാണ്, പീമാക്ക് ഞാൻ കാരണം നിനക്ക് ഒരുപാട് ബുദ്ധിമുട്ടായല്ലേ, നിന്റെ കൂടെ ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം ജീവിക്കാനുള്ള കൊതി കൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്തത്. എന്നോട് നീ ക്ഷമിക്കണം. അന്ന് ആകാശത്തൊട്ടിൽ വെച്ച് നീ പറഞ്ഞത് ഓർമ്മയില്ലേ, ഞാൻ മരിക്കുന്നതിന് മുന്നേ ആയിട്ട് നീ മരിച്ചോളൂന്ന്, കാരണം ഞാനില്ലാതെ ഈ ലോകത്തിൽ നിനക്ക് ജീവിക്കാൻ പറ്റില്ല എന്നൊക്കെ നീ പറഞ്ഞില്ലേ. പക്ഷേ നിന്നേക്കാൾ മുന്നേ ഞാൻ മരിച്ചുപോയി കേട്ടോ. പിന്നെ വേറൊരു കാര്യത്തിൽ നീ എനിക്ക് വാക്ക് തരണം, ഞാൻ പോയി കഴിഞ്ഞാലും നീ സന്തോഷത്തോടെ ജീവിക്കുമെന്ന്. അതുപോലെ ഒരു തവണ കൂടെ ഞാൻ നിന്നോട് മാപ്പ് ചോദിക്കുകയാണ്, നിന്നോട് നുണ പറഞ്ഞതിൽ. ഈ നേരത്ത് കരഞ്ഞുകൊണ്ട് തന്നെ പീമാക്ക് പറയാണ്, ശരിയാണ്, ഞാനൊരു മണ്ടനാണ്, ഇവരുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ മണ്ടനാണ് ഞാൻ. പക്ഷേ സ്വന്തം ഭാര്യ മരിച്ചു എന്ന് മനസ്സിലാകാതിരിക്കാൻ മാത്രം മണ്ടനല്ല ഞാൻ. നീ മരിച്ചു എന്നുള്ളത് എനിക്ക് നേരത്തെ അറിയാം. അവനത് നേരത്തെ മനസ്സിലാക്കിയതാണ്. ഇത് കേട്ട നാക്കും ഞെട്ടിപ്പോകുന്നുണ്ട്. അതുപോലെ തന്നെ അവന്റെ കൂട്ടുകാരും ഞെട്ടിപ്പോവാണ് കേട്ടോ. അവന്റെ പറമ്പിൽ കിടക്കുന്ന ആ ഒരു മൃതദേഹം അത് നാക്കിന്റെ ആണെന്ന് നേരത്തെ പീമാക്കിന് മനസ്സിലായതാണ്. ആരും കാണാതെ ആ മൃതദേഹം പോയിട്ട് കെട്ടിപ്പിടിച്ച് പല തവണ അവൻ കരഞ്ഞിട്ടുണ്ട്. മാത്രല്ല ഭക്ഷണമാണെന്ന് പറഞ്ഞിട്ട് നാക്ക് കൊടുക്കുന്ന കരിയിലയും പച്ചച്ചപ്പും പുഴുക്കളും ഇതെല്ലാം വളരെ രുചിയോട് കൂടിയിട്ട് പീമാക്ക് വെറുതെ കഴിച്ചതായിരുന്നു. അവൻ അത് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. എന്നാലും അവൻ പറയായിരുന്നു, എന്റെ ഭാര്യ നാക്കിന്റെ പാചകം അടിപൊളിയാണ്, എന്തൊരു രസമാണല്ലേ. പിന്നീട് വേറൊരു കാര്യം കൂടെ പീമാക്ക് പറയാണ്, നിനക്ക് വേണ്ടി ഈ കരിയിലയും പച്ചിലയും പുഴുക്കളെയും എല്ലാം ഞാൻ ഇനി എത്ര നാള് വേണമെങ്കിലും തിന്നോളാം. എന്റെ കൂടെ ഇനി ഒരു കൂട്ടുകാരില്ലെങ്കിലും എനിക്ക് കുഴപ്പമില്ല, ഈ നാട്ടിൽ ഒരാളും എന്റെ അടുത്തേക്ക് വന്നിട്ടില്ലെങ്കിലും എനിക്ക് കുഴപ്പമില്ല, എനിക്ക് നിന്നെ മാത്രം മതി എന്ന് പറയാണ്. അതായത് എന്തൊരു പ്യൂർ ആയിട്ടുള്ള സ്നേഹമാണല്ലേ. ഇതാണ് പ്രണയം എന്ന് പറയുന്നത്. ഇതാവണം പ്രണയമല്ലേ. പ്രണയിക്കുന്നവർക്ക് വേണ്ടി എന്തും എന്തും ത്യാഗം ചെയ്യാനുള്ള ആ ഒരു മനസ്സ്. ഇനി എത്ര കഷ്ടപ്പെട്ടിട്ടായാലും ഞാൻ നിന്റെ കൂടെ ജീവിക്കും, ഇവിടെ പഴയതുപോലെ തന്നെയുള്ള കാര്യങ്ങൾ ഒരു മാറ്റവും വന്നിട്ടില്ലല്ലോ. ഇപ്പൊ നാക്ക് പറയണ, ഇല്ലടാ എന്റെ കൂടെ ഇനി ജീവിക്കാൻ കഴിയില്ല, ഞാനൊരു പ്രേതല്ലേ, നിനക്ക് പ്രേതങ്ങളെ പേടിയല്ലേ. ഈ സമയത്ത് പീമാക്ക് പറയുന്നുണ്ട്, ശരിയാണ് എനിക്ക് പ്രേതങ്ങളെ പേടിയാണ്, എന്നാൽ നീ ഇല്ലാത്ത ജീവിതമാണ് എന്നെ ഏറ്റവും കൂടുതൽ ഭയപ്പെടുത്തുന്നത്. ഇത് കേട്ട് ഞാക്ക് വീണ്ടും കരയാണ് കേട്ടോ. അതുപോലെ തന്നെ പീമാക്ക് മറ്റൊരു കാര്യം കൂടെ പറയുന്നുണ്ട്, നീ പ്രേതമായിട്ട് എന്റെ കൂടെ നിന്നോ, പക്ഷെ തല കീഴായി നിൽക്കരുത് കേട്ടോ, പേടിച്ച് ഞാൻ മുള്ളിപ്പോയനെ. എന്തായാലും ഇവരുടെ ഈ ഒരു പ്രണയവും സ്നേഹവും ഇതെല്ലാം കണ്ട് നമ്മുടെ മീശ അതുപോലെ തന്നെ എല്ലാവരും കരഞ്ഞു പോകുന്നുണ്ട്. പിന്നെ നമ്മുടെ ബേബി ചേട്ടൻ പറഞ്ഞതുപോലെ കരയിപ്പിക്കാതെടാ പൊന്നു നായിന്റെ മോനെ. എന്തായാലും ഇതിനുശേഷം രണ്ടുപേരും പരസ്പരം കെട്ടിപ്പിടിച്ച് ഒരു ചുംബനം നൽകി അവരുടെ പ്രണയം അങ്ങോട്ടും ഇങ്ങോട്ട് കൈമാറുകയാണ്. ഇത് കണ്ട് നമ്മുടെ മുള്ളഞ്ചത്രപ്പ് വരെ കരഞ്ഞു പോകണം കേട്ടോ. അന്യന്റെ ഭാര്യയെ മോഹിച്ചത് വളരെ മോശമായി പോയി, അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലെന്ന്. എന്തായാലും പിന്നീട് അങ്ങോട്ടേക്ക് പീമാക്കിന്റെ കൂട്ടുകാരും ഈ നാട് വിട്ടു പോയില്ല കേട്ടോ. അവന്റെ കൂടെ തന്നെ ഇവിടെ താമസാക്കി. അതുപോലെ തന്നെ നമ്മുടെ നാക്കും അവന്റെ കൂടെ നോർമലായിട്ട് തന്നെ ബാക്കിയുള്ളവരെ പോലെ ജീവിക്കാൻ തുടങ്ങുകയാണ്. കഥയിൽ ചോദ്യമില്ല, ലോജിക്കുമില്ല, ചുമ്മാ ഒരു രസത്തിന് കണ്ടിരിക്കാല്ലേ. എന്നാലും നല്ല രസമുണ്ടായിരുന്നു ഈ ഒരു കഥ. കുറെ ചിരിക്കാനും അതുപോലെ തന്നെ അവസാനം ഒരു ഇച്ചിരി ഇമോഷണൽ ആവാനൊക്കെ പറ്റിയല്ലേ. അപ്പൊ ഈ ഒരു കഥ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ പറയാം. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.